Good evening to everyone. അപ്പോൾ ഇന്ന് നമ്മളെ 16ാമത്തെ അധ്യായം ആണ് കവർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ 15ആയിരുന്നു. 15ാം അധ്യായം പുരുഷോത്തമ യോഗം. അപ്പോൾ അത് ഭഗവത്ഗീതയുടെ തന്നെ ഒരു സമ്മറി ആയിട്ട് നമുക്കതിനെ എടുക്കാം. വളരെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു സമ്മറി 20 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നു. അതോടുകൂടി ഭഗവത്ഗീത അവിടെ അവസാനിച്ചു. അതിന് ശേഷം പിന്നീട് മറ്റേ കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീടുള്ള 3 അധ്യായങ്ങളെന്നാണ് ഒരു പക്ഷം പറയുന്നത്. അത് ചിന്മയാനന്ദ സ്വാമിജിയും അങ്ങനെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ അത് ഭഗവത്ഗീതയുടെ ഭാഗമല്ല എന്നുള്ള എല്ലാ അർത്ഥത്തിലല്ല പറയുന്നത്. 15 അധ്യായങ്ങൾ വരെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം അർജുനന് പിന്നീട് വീണ്ടും പല സംശയങ്ങൾ ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നതിൻ്റെ ഡീറ്റെയിൽസ് പലതും ഒരു അപ്പൻഡിക്സ് എന്നുള്ള നിലയിൽ പിന്നീട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തു ആയിട്ടാണ്. അങ്ങനെയാണ് അതിന് ഒരു പക്ഷം അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമ്മൾ 16ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ആഴ്ച കണ്ട 15ാമത്തെ അധ്യായത്തിലത്തെ 20 ശ്ലോകങ്ങളുടെ സമ്മറിയാണ്. ഇവിടെ ആ ആത്മതത്വം നമ്മളുടെ ഉള്ളിലൂടെ എങ്ങനെയാണ് പ്രകാശിക്കുന്നതെന്നും ആ പ്രകാശിക്കുമ്പോൾ പക്ഷേ മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവ അതിന് ജീവൻ നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ അതിൽ പറഞ്ഞിരുന്നു. അത് നമ്മളെ ഇറ്റ് കട്ട്സ് ഓഫ്, ഇറ്റ് മേക്സ് എ സെൽഫിഷ്. നമുക്ക് ആ സെൽഫിഷായിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള പ്രവണത നമുക്ക് ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ആ ശക്തി അത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റാണ്. അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണത്. അപ്പോൾ അത് കാരണമാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്ന സംഗതി നമുക്കുണ്ടാകുന്നത്, സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ആ സ്വാർത്ഥതയെ നമ്മൾ ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ള ആയുധം ഉപയോഗിച്ച് മുറിച്ച് എടുക്കണം എന്നാണ് ആദ്യം ആ ചാപ്റ്ററിൽ പറഞ്ഞത്. അത് കാരണം, ഈ സെൽഫിഷ്നെസ് കാരണം ദ സെൽഫ് ഈസ് ഫോർഗോട്ടൺ. അപ്പോൾ നമ്മൾ ഈ സെൻസസും മൈൻഡിൻ്റെയും പുറകെ പോകുന്നത് കാരണമാണ് നമുക്ക് ഈ ആത്മതത്വം എന്താണെന്ന് മറക്കുന്നു. നമ്മൾ മനസ്സാണ്, ബുദ്ധിയാണ്, ശരീരമാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ നമ്മൾ എത്തിച്ചേരുന്നു. പക്ഷേ സത്യത്തിൽ അത് തെറ്റാണ്. ആത്മതത്വമായിട്ടുള്ള ആ ബ്രഹ്മമായിട്ടുള്ള ആ ശക്തി, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ശക്തിയാണ് നമ്മളുടെ ഉള്ളിൽ തന്നെ ആത്മാവായിട്ട് പ്രതിഫലിക്കുന്നത് എന്നുള്ള സത്യം അത് ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് അകക്കണ്ണുള്ളവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർക്ക് പലർക്കും അത് കാണുവാൻ സാധിക്കുന്നില്ല. എത്ര തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് കേൾക്കുമ്പോൾ മനസ്സിലായി എന്ന് തോന്നും, പിന്നീട് അത് നമ്മൾ മറന്നുപോകുന്നു. ആ ആത്മതത്വം തന്നെയാണ് ബ്രഹ്മൻ. ആ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ രൂപത്തിൽ നമുക്ക് പ്രപഞ്ചത്തിലൂടെ കാണുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനായിട്ട് കാണുന്നതും ആ ബ്രഹ്മം തന്നെയാണ്. ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈശ്വര സത്യം തന്നെയാണ് നമ്മളുടെയൊക്കെ ഉള്ളിൽ വിളങ്ങുന്ന, അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആത്മാവ്. ഇതിലെ ആ ആത്മാവിനെ, അപ്പോൾ ആത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം എന്ന് പറയുന്ന 3 തലത്തിലേക്ക് ഈ സ്വം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വിവരിച്ചിരിക്കുകയാണ് പുരുഷോത്തമ യോഗത്തിൽ ചെയ്യുന്നത്. ആ ബ്രഹ്മം ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വം, സെൽഫ്, സത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ സ്വം എന്ന രൂപത്തിലേക്ക് ഉയർന്നു വരുവാനായിട്ടുള്ള ചിന്താശക്തിയും അതിന് വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് ഏർപ്പെടുവാനായിട്ട് സാധിക്കും. അതാണ് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ ഭഗവത്ഗീതയെ പഠിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ശരിയായിട്ടുള്ള സ്വം, അന്തര്യാമിയായിരിക്കുന്ന ആ സ്വം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പാൻഷൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാവർത്തികമായിട്ടുള്ള മേഖലകളിലേക്ക് വരുമ്പോൾ അത് എന്താണ്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ഗെറ്റ് ദ കോൺഫിഡൻസ് ടു മീറ്റ് എനി ചാലഞ്ചസ് ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് അവേ ഫ്രം ഇറ്റ്. അതാണ് അർജുനും ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. അർജുന, നീ ഓടിപ്പോരുത്. യു സ്റ്റാൻഡ് ഹിയർ, ഫൈറ്റ് ദി ഈവിൾ, ദി അൺറൈറ്റിയസ്നെസ്, ബിക്കോസ് യു ആർ മെൻഡ് ടു ഫൈറ്റ് ദി അൺറൈറ്റിയസ്നെസ് ആൻഡ് നോട്ട് പ്ലേ ഫിഡിൽ ടു അൺറൈറ്റിയസ്നെസ് എന്നുള്ളത് ആ സത്യം നമുക്ക് അവിടെ ബോധ്യപ്പെടുത്തി തരികയാണ്. അത് മാത്രമല്ല, അതിന് വേണ്ട ചങ്കൂറ്റവും അതിന് വേണ്ട സാമർഥ്യവും അതിന് വേണ്ടിയിട്ടുള്ള
പ്രവർത്തനക്ഷമതയും ഒക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് 15-ാം അധ്യായത്തിൽ സമ്മറി ആയിട്ട് പറയുന്നതും. അപ്പോൾ 16-ാം അധ്യായം ഇനി ഈ ഡിവൈൻ ആൻഡ് ദ ഡെവിളിഷ്, അതായത് ദൈവീകവും ആസുരികവുമായ സമ്പത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് വേർതിരിച്ച് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു 24 ശ്ലോകങ്ങളാണ്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതാണ്. അതിൽ ചില സംഗതികൾ മാത്രം ഞാൻ കുറച്ച് കൂടുതൽ പറയാം. ബാക്കി നമുക്ക് ഇറ്റ് ഈസ് ഓൺലി എന്താ പറയുക, നമ്മൾ ആ ക്വാളിറ്റീസാണ്. ആ ക്വാളിറ്റീസ് നമുക്ക് തന്നെ മനസ്സിലാവും. അത്ര സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൻ്റെ ഉള്ളിലുള്ള ചില സംഗതികളെ മാത്രം ഞാൻ ഇവിടെ കൂടുതൽ ചിത്രീകരിക്കാം. അപ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്റിംഗ് ദ ഡിവൈൻ ആൻഡ് ദ ഡെവിളിഷ്. എന്താണ് ഡിവൈൻ, എന്താണ് ഡെവിളിഷ് എന്നുള്ളത്? ദേവന്മാർ ഡിവൈൻ, പിന്നെ ആ ദേവന്മാർ ഏറ്റവും മുകളിൽ ഏറ്റവും റൂട്ടിലുണ്ടാകുന്നത് ദേവത്വമാണ്. അതിൽ നിന്ന് താഴേക്ക് വരുമ്പോഴാണ് അത് പടർന്ന് പന്തലിച്ച അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ആയി അവസാനം വന്ന് നിൽക്കുന്ന ആ ഒരു ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ലൈഫ് ട്രീയുടെ ചിത്രീകരണം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. അതിൻ്റെ വേറൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു ചിത്രീകരണമാണ് ഇവിടെ. ദേവന്മാർ എന്ന് പറയുന്ന അങ്ങനത്തെ ആ ഒരു സങ്കല്പത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികൾ വളരെ കുറവായിരിക്കും സമൂഹത്തിൽ. അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്തോറും നമുക്ക് അസുരന്മാരും ദ ഡെമോണിക് ആൻഡ് ദ രാക്ഷസാസ് ദ ഫിയൻഡിഷ് ഡെമൺസ് എന്ന് പറയുന്നതായിട്ടുള്ള ക്വാളിറ്റീസ്, മൈൻഡ് സെറ്റോട് കൂടിയ ആൾക്കാരെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് മനുഷ്യരുടെ ഇടയിൽ ഇനി നമ്മൾ പൊതുവേ എല്ലാ ജീവജാലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഈശ്വരതത്വം എന്താണെന്ന് അറിയുവാൻ ശക്തിയുള്ള ആൾക്കാർ എന്ന് പറയുന്ന ജീവികൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അവരെയാണ് ഹയസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടതും അവിടെ എത്തിക്കേണ്ടതും. അവിടെ നിന്ന് അങ്ങോട്ട് മേപ്പോട്ട്, അതായത് ആ ഉയർന്ന ചിന്ത ശക്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള വഴികളാണ് ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദീസ് ദേവാസ്, അസുരാസ് ആൻഡ് ദ രാക്ഷസാസ്, ഓർ ദ ഡിവൈൻ, ദ ഡെമണിക് ആൻഡ് ദ ഡെവിളിഷ് ഡെമൺസ് ഹു ലൈ അറ്റ് ദ ബോട്ടം. അത് ഇനിയിപ്പോൾ അത് ഓരോന്നും ആ കറുത്തതും ചുമപ്പും വെളുപ്പും ഒക്കെ വേർതിരിച്ചറിയുവാനായിട്ടുള്ള എങ്ങനെയാണ് ഞാൻ കറുപ്പാവുന്നത്, എങ്ങനെയാണ് ഞാൻ ചുമപ്പാവുന്നത്, എങ്ങനെയാണ് ഞാൻ വെള്ള ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളുടെ സ്വഭാവം, നമ്മുടെ ചിന്ത, ഇതൊക്കെ നമുക്ക് വെളുപ്പ് പ്രതിധ്വനിക്കുവാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി ആർ ഡിവൈൻ, വി ബിക്കം ഇക്വാലന്റ് ടു ദേവാസ്. ഫ്രം ദെയർ ദി എവല്യൂഷൻ ടു ഇൻഫിനിറ്റി ഈസ് വെരി ഈസി. അതാണ് ഗീത പറഞ്ഞു തരുന്നത്. ആ തത്വം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷനാണ് ഇവിടെ നടത്തുന്നത്. അതിനുള്ള ക്വാളിറ്റീസിൻ്റെ എന്തൊക്കെയാണത് എന്ന് കൃഷ്ണൻ അർജുനന് വിസ്തരിച്ച് കൊടുക്കുകയാണ്, ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് അതിനെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. 9, 12, 9, 13 ആ 2 ശ്ലോകങ്ങളാണ്. ഇത് സബ്ജക്റ്റ് ഓഫ് ചാപ്റ്റർ 16 എന്ന് അന്ന് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. എങ്കിലും അതെന്താണെന്ന് 12-ലും 19-ലും പറഞ്ഞത്, ഓഫ് വെയിൻ ഹോപ്സ്, ഓഫ് വെയിൻ ആക്ഷൻസ്, ഓഫ് വെയിൻ നോളജ്, ഡിവോയിഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, വി ആർ നോട്ട് ഏബിൾ ടു സീ ദ സെൽഫ് വിത്തിൻ us. അതായത് നമ്മൾ സ്വാർത്ഥതയിൽ ഊന്നിയതായിട്ടുള്ള നമ്മളുടെ ആസ്പിറേഷൻസ്, നമ്മളുടെ മോഹങ്ങൾ, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ ജ്ഞാനം, ഇതെല്ലാം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാവുമ്പോൾ നമ്മളുടെ വേർതിരിച്ചറിയുവാനായിട്ട് തെറ്റും ശരിയും ധർമ്മവും അധർമ്മവും ഒക്കെ വേർതിരിച്ചറിയുവാനായിട്ടുള്ള ശക്തി കുറഞ്ഞു പോകുന്നു. ആൻഡ് വി ആർ നോട്ട് ഏബിൾ ടു സീ ദറ്റ് സെൽഫ് ഷൈനിങ് ഫ്രം വിതിൻ us. അതിന് പകരം നമ്മൾ മനസ്സ്, ബുദ്ധി, ശരീരത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരികയും അപ്പോൾ അതിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സംടൈംസ് വെരി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുന്ന വിധത്തിലേക്ക് നമ്മളായി പോകുന്നു. ബട്ട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ദേ സീ ദ സെൽഫ്. അവർക്ക് സെൽഫിൻ്റെ ആ ആത്മചൈതന്യത്തിൻ്റെ ശക്തി അവിടെ വിളങ്ങി ആടുന്നത് അവർക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ ആത്മതത്വത്തിനെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതാണ് അവിടെ 9, 12, 13 വെച്ചത്. അപ്പോൾ അവിടെ ആരാണ് ഈ ദൈവികമായിട്ടുള്ള ചിന്താശക്തിയുള്ളവർ, ആരാണ് ഈ അസുര സമ്പത്തുള്ളവർ എന്നുള്ളതിൻ്റെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡെഫിനിഷനിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മോകാശ, അതായത് എന്താണ് ഈ മോശമായിട്ടുള്ള മോകാശ, ലിവിങ് ഇൻ ഫോൾസ് ഹോപ്സ്, തെറ്റിദ്ധാരണകൾ,
പിന്നെ എല്ലാം, അതായത് ഈ പറയുന്ന തെറ്റിദ്ധാരണ, ഏറ്റവും ഫണ്ടമെൻ്റായിട്ടുള്ള തെറ്റിദ്ധാരണ ഞാൻ മനസ്സാണ്, എൻ്റെ ബുദ്ധിയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെയാണ് വലിയ ഒരു തെറ്റിദ്ധാരണ. അതൊരു മോഹം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡെലൂഷൻസ് ദാറ്റ് കം അബൌട്ട്. ആൻഡ് മോഹ കർമ്മ, ആൻഡ് ബിക്കോസ് ഓഫ് ദോസ് ഡെലൂഷൻസ്, the delusion of the false identification or the misinterpretation, because of the non-apprehension of the truth, we come about, creating a kind of the thoughts and actions that are delusionary, moga karma, engaging in wasteful activity, and therefore we engage in activities that are wasteful. അതായത് നമുക്ക് ഈ ഉയരുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പകരം നമ്മളെ തന്നെ താഴ്ത്തി ചെളിക്കുണ്ടിലേക്ക് താത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു. അതാണ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് മോഹജ്ഞാന, ആൻഡ് ദ നോളജ്, വാട്ട് എവർ നോളജ് യു ഹാവ് ബിക്കംസ് യൂസ്ലെസ് വെൻ you are using that knowledge, whatever it is, even if it is secular or spiritual, that knowledge, when you utilize it for selfish purposes, then it becomes useless knowledge. Moga jnanamai marunnu. And vijedas, and all this is because of your delusion and your false desires and selfishness and knowledge, and which is making your thinking wrong, totally wrong thoughts. Vijedas. അപ്പോൾ ഈ 4 കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ അസുരന്മാരായി ഭവിക്കുന്നത്, രാക്ഷസന്മാരായിട്ട് ഭവിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കണം. ഈ 4 വിധത്തിലുള്ള ചിന്തകളെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഹൗ ഡു വി ബിക്കം ദ അസുരാസ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. അത് നമ്മൾ അന്ന് 9ാം അധ്യായത്തിൽ കണ്ടിരുന്നു. ബിക്കോസ് ഓഫ് ദീസ് ഫോൾസ് ഹോപ്സ് we land up in wasted actions, because of and due to the useless knowledge that we consume, creating wrong thinking within our minds. And then therefore you become excessively indulgent, highly selfish. Asuranmarayi marunnu. Or you sometimes even go below that, criminal, sinful, demonic activities, rakshasa. അപ്പോൾ അസുരന്മാരും രാക്ഷസന്മാരുമായിട്ട് നമ്മൾ ഭവിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തമാവണം എന്നാണ് ഗീത പഠിപ്പിക്കുന്നത്. അപ്പോൾ കർമ്മബന്ധങ്ങളിലേക്ക് നമ്മളെ കെട്ടിയിടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന പ്രവർത്തികൾ. അതായത് അസുരവും രാക്ഷസീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ബന്ധനങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ സെൽഫിഷ്നെസ്. അപ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ്, ഈ ബന്ധനങ്ങളാണ് കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു കയറിട്ട് കെട്ടുന്ന മാതിരി ഒന്നും അല്ല ആലോചിക്കേണ്ട. കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിന്തയോ പ്രവർത്തനമോ, നമ്മൾ അതിൻ്റെ റിസൾട്ടായിട്ട്, അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിക്കും മനസ്സിനൊക്കെ ഉണ്ടാവുന്ന താളം തെറ്റലിനെയാണ് ഈ ബന്ധിക്കൽ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദോസ് തിങ്സ്? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് സോറോസ്, പിന്നെ ബോർഡം ആൻഡ് ഫെറ്റീഗ്, ഡൾനെസ് ഓഫ് ദ മൈൻഡ് ആൻഡ് ദ ഇൻ്റലക്ട്, restlessness and agitations, unproductive and destructive actions, immoral and troublesome thinking and actions, and vanity and pride, arrogance, vanity, pride. ഇതൊക്കെ ആയിട്ടാണ് ഭരിക്കുന്നത് അൾട്ടിമേറ്റ്ലി. ഇതൊക്കെ നമ്മളുടെ ഈ വാനിറ്റി, അരഗൻസ്, പ്രൈഡ്, ഡൾനെസ്, റെസ്റ്റ്ലെസ്നെസ്, അൺപ്രൊഡക്ടിവിറ്റി, ഇമ്മോറാലിറ്റി, ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പിന്നെ ക്ഷീണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പറയുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ട് അത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖമോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർമ്മത്തിന് ബന്ധനസ്ഥനാണ് എന്നർത്ഥമാണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ആ കർമ്മബന്ധം ഉണ്ടായത് നമ്മളുടെ പ്രവൃത്തികളിൽ അസുരത്വവും രാക്ഷസീയത്വവും വരുന്നത് കൊണ്ടാണെന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സോ ദോസ് ആർ ദ ഇഫക്ട്സ് ഓഫ് ബീയിങ് അസുരാസ് ഓർ രാക്ഷസാസ്. ആൻഡ് യൂസ്ലെസ് നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നോളജ് ദാറ്റ് ക്രിയേറ്റ്സ് ആങ്സൈറ്റി. നമുക്ക് ഈ പറയുന്ന എന്താ പറയുക, റെസ്റ്റ്ലെസ്നെസ്സും ആങ്സൈറ്റിയൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള നോളജ്. എന്തെങ്കിലും അറിഞ്ഞു കഴിയുമ്പോൾ അത് നാച്ചുറലി ദാറ്റ് ഈസ് നോട്ട് സാത്വിക്. പിന്നെ എഡ്യൂക്കേഷൻ ദാറ്റ് മേക്സ് എസ് ഫെയ്ത്ത്ലെസ്, ഫിയർഫുൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. നമുക്ക് വിശ്വാസങ്ങളില്ലാണ്ടാവുക, അല്ലെങ്കിൽ പേടി ഉണ്ടാക്കുന്നതായിട്ടുള്ള എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് മാത്രം വർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള നോളജ് സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് യൂസ്ലെസ് നോളജാണ്. എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് നോട്ട് പ്രൊഡക്റ്റീവ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റീവ്. പ്രൊഡക്റ്റീവോ ക്രിയേറ്റീവ് അല്ലാത്ത എഡ്യൂക്കേഷൻ, എനിത്തിങ് ദാറ്റ് യു ലേൺ, മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്, മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ക്രിയേറ്റീവ്, അതർവൈസ് ഇറ്റ് ഈസ് യൂസ്ലെസ് നോളജ്. Then
the knowledge that is not available when needed. നമ്മൾ അറിയാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് വരികയാണെങ്കിൽ that becomes useless knowledge. And thinking that increases confusion. ചിന്തിച്ച് കൺഫ്യൂഷനായി എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് നോളജാണത്. ഡോണ്ട്. ആൻഡ് ഇൻഫോർമേഷൻ ദാറ്റ് ഫോർബിഡ്സ് ഫ്രീ തിങ്കിങ്. ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് എവിടെ വരുന്നുവോ ആ നോളജ് ഡെഫിനറ്റ്ലി ഈസ് നോട്ട് യൂസ്ഫുൾ. യൂസ്ലെസ് നോളജിൻ്റെ കാറ്റഗറിയിൽ പെടാം. ഇതാണ് അപ്പോൾ ആക്ഷൻസ് ദാറ്റ് ക്രിയേറ്റ് ദീസ് പ്രോബ്ലംസ് ആസ് വെൽ ആസ് നോളജ് ദാറ്റ് ക്രിയേറ്റ്സ് മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോബ്ലംസ് വിതിൻ us. They are all useless, and they all lead you to become asuras and rakshasas. Whereas true knowledge is something that produces quietness of the senses and the mind. മനസ്സിനും സെൻസസിനും രണ്ടിനും ക്വയറ്റ്നെസ് ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള നോളജ്, ദാറ്റ് ഈസ് ട്രൂ നോളജ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. ക്വയറ്റ്നെസ് ഓഫ് ദ സെൻസസ് ആൻഡ് ദ മൈൻഡ്, അതിന് ശാന്തി നൽകുന്നതായിട്ടുള്ള, മനസ്സിന് ശാന്തി നൽകുന്നതായിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസസിന് ഇങ്ങനെ വിക്ഷേപങ്ങളിലേക്ക് ഓടിപ്പോവാണ്ടിരിക്കുവാനായിട്ടുള്ള ഒരു കൺട്രോൾ, അത് മനസ്സും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് വരണം. ദാറ്റ് ഈസ് ബേസിക്കലി ട്രൂ നോളജ്. ആൻഡ് ദാറ്റ് വിച്ച് ലിബറേറ്റ് അസ് ഫ്രം ഫിയർ, ഗ്രീഫ് ആൻഡ് ഡെലൂഷൻ, ദാറ്റ് ഈസ് ട്രൂ നോളജ്. ആൻഡ് ഗിവ്സ് ഫുൾഫിൽമെൻറ്റ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകും. അതിൻ്റെ അബ്സല്യൂട്ടായിട്ടുള്ള നോളജിൻ്റെ ലെവലാണ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് നോളജ്. ഹയസ്റ്റ് നോളജ് ഈസ് ദ നോളജ് ഓഫ് ദ സെൽഫ്. നമ്മൾ ആരാണ്, ആത്മാവ് ആരാണ് എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആ നോളജാണ് ഇത് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ള നോളജ്. ആക്ഷൻസ് ദാറ്റ് ഫ്രീ us, മേക്ക് us പീസ്ഫുൾ ആൻഡ് പ്യുവർ, ദാറ്റ് ഈസ് ദ നോളജ് ഓഫ് ദ സെൽഫ്. അപ്പോൾ ആ ഒരു ട്രൂ നോളജ് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീത നമുക്ക് ചെയ്തു തരുന്നത്. Asuras and Rakshasas are undergoing this problem of living in false hopes, engaging in wasteful activity, useless knowledge, and acquiring useless knowledge and resulting in wrong thinking. They become Asuras and Rakshasas, whereas the true knowledge, which provides us with equanimity of mind, equipoise of the intellect, and control of the senses, that is what is called as such people who are undergoing that, following that knowledge, practicing that knowledge, and identifying with that knowledge are called devas. അപ്പോൾ ദേവാസ് ആരാണെന്നും അസുരാസ് ആൻഡ് രാക്ഷസ ആരാണെന്നുമുള്ളതിൻ്റെ ഇത് നമ്മുടെ ഗീതയിൽ പല 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 വഴികളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് 9ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ സമ്മറിയാണ്. അതാണ് 9ാമത്തെ അധ്യായം സെൻട്രലായിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചാപ്റ്ററാണ്. അതിൽ ഈ ഫണ്ടമെൻ്റൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് അസുരനും ദേവന്മാരും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റീസിലേക്കാണ് ഈ ചാപ്റ്ററിൽ 16ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നത്. സോ അവിടെ നിന്ന് ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ കൃഷ്ണൻ അവിടെ ഈ ദൈവ സമ്പത്ത്, ദൈവീകമായിട്ടുള്ള സമ്പത്ത് എന്താണ്, അത് ആ ക്വാളിറ്റീസിനെ അങ്ങോട്ട് ലിസ്റ്റ് ചെയ്തു. 25 ഐറ്റംസ് അങ്ങോട്ട് ചെയ്തു. ഫോർ ഫിയർലെസ്നെസ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ്, ആംസ് ഗിവിംഗ്, സെൽഫ് റെസ്ട്രെയിൻഡ് ആൻഡ് സെൽഫ്ലെസ്നെസ്, സ്റ്റഡി ഓഫ് വൺസ് സ്ക്രിപ്ചേഴ്സ് ഓർ അക്വയറിംഗ് നോളജ് അബൌട്ട് ദ സെൽഫ്, austerity and uprightness, harmlessness, truth, absence of anger, renunciation, serenity, absence of calumny, compassion to creatures, freedom from greed, gentleness, modesty, absence of fickleness, energy, forgiveness, fortitude, purity, absence of hatred, absence of pride. These belong to those born of divine characteristics. ഇതാണ് ഈ പറയുന്ന 25 ക്വാളിറ്റീസ്. ഇത് നമുക്ക് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയൊക്കെ നമുക്കിത് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ആൻഡ് ദെൻ സീ ദാറ്റ് നമ്മളെപ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, അപ്പം നമ്മുടെ അസുരത്വം വരികയാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെ ചെയ്യണം, അതിനുള്ള വഴികളാണ് കർമ്മഭക്തിയിലൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്. പക്ഷെ ഇത് എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ നമുക്ക്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണം എന്ന് പറയും എല്ലാവരും. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. എല്ലാവരും ഒറ്റ വാക്കിൽ പറയും, യു ഷുഡ്, ഇഫ് യു വാണ്ട് ടു റിയലി ബി സക്സസ്ഫുൾ ദെൻ ഗ്രാബ് യുവർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് അൺലെസ് ആൻഡ് അണ്ടിൽ യു നോ വാട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റുക, നമ്മൾ കണ്ണുവട്ടൻ്റെ മുമ്പിൽ കണ്ണുവട്ടൻ ഇരുന്നിട്ട് മുമ്പിൽ കൂടെ പോണ ആൾക്കാരെ അല്ലെങ്കിൽ സാധനങ്ങളെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കണ മാതിരിയായി പോകും. ഓപ്പർച്യൂണിറ്റീസ് നടന്നു പോകും, നമ്മൾ കാണില്ല. That is what happens. അതുമാതിരി these are all qualities that we should actually understand, and we need to
apply this in the right moments. How can you actually apply these conditions? Self-restraint. How do you, when do you, in our workplaces, how can you apply self-restraint? In the life, normal life, how can you apply self-restraint? Where can you apply self-restraint? When should you apply self-restraint? ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമാണ്. ഇതിനെല്ലാം ഇത് വെൻ, ഹൗ, വൈ ഇതൊക്കെയുള്ളത് കർമ്മയോഗത്തിലും ജ്ഞാനയോഗത്തിലും ഭക്തിയോഗത്തിലും ഒക്കെ പല സ്ഥലത്തായിട്ട് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും വിചാരിക്കും എനിക്ക് ഓർമ്മ വരുന്നില്ലെന്ന് വിചാരിക്കും. സാരില്ല, ഡോണ്ട് വെറി, ജസ്റ്റ് റെഫർ ബാക്ക് ടു സം ഓഫ് ദോസ്. യു വിൽ ഗെറ്റ് ദി ആൻസേഴ്സ്. എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അത് ഗ്രാബ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടിരിക്കണം. ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ദൈവികമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഞാൻ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ, ഇഫ് യു ആർ ഏബിൾ ടു കോൺഷ്യസ്ലി ലുക്ക് അറ്റ് ദി തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ അവർ വേൾഡ്, വിതിൻ ദ വേൾഡ് ദാറ്റ് വി കണക്ട് വിത്ത്, നമ്മൾ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സംഭവങ്ങളിലും ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ദൈവീകമായിട്ടുള്ള സമ്പത്ത് അതിലേക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കും. അതല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഹാബിച്വലായിട്ടോ അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടോ അതിൻ്റെ പുറകെ വീണ് കഴിഞ്ഞാൽ, എനിക്ക് പറ്റില്ല, എനിക്ക് ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ദാറ്റ് ഈസ് നോട്ട് വാട്ട് യു ഹാവ് ടു റിയലി പുട്ട് യുവർ ഫുട്ട് ഡൗൺ ആൻഡ് അപ്ലൈ ഇറ്റ്. ആൻഡ് വെൻ യു സ്റ്റാർട്ട് അപ്ലൈയിങ് ഇറ്റ്, വാട്ട്സ് ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്, ഫോർത്ത് കേസ്, മൂന്നാമത്തെ നാലാമത്തേലേക്കൊക്കെ എത്തി വരുമ്പോഴേക്കും നമുക്കതൊരു ഹാബിറ്റായി മാറും. പിന്നെ നമുക്ക് തന്നെ വി അവർസെൽസ് വിൽ ഫീൽ ദാറ്റ് ദീസ് തിങ്സ് ആർ കമ്മിങ് നാച്ചുറലി ടു അസ്. ഈ ദൈവിക സമ്പത്തുകളൊക്കെ എനിക്ക് നാച്ചുറലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 എണ്ണത്തിലാണ് കൃഷ്ണൻ തുടങ്ങിയത് തന്നെ. അഭയം, സത്വസംശുദ്ധിർ, ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറയുന്ന 3 ക്വാളിറ്റീസ്. they are very very important. അപ്പോൾ നമുക്കത് ഐ വിൽ ലുക്ക് അറ്റ് ദാറ്റ് ഇൻ എ ലിറ്റിൽ ബിറ്റ് മോർ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വഴി കൂടെ അങ്ങോട്ട് നോക്കാം. നമുക്ക് അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയിലല്ല, ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ വീൽ സീ ഹൗ ദോസ് ത്രീ ക്വാളിറ്റീസ് അപ്ലൈ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് ദെൻ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് യു ജസ്റ്റ് റിഫ്ലക്ട് ഓൺ ഇറ്റ്. അനന്യാചിന്തയന്തോമാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 9ൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ 16ാം ക്ലാസ്സിലെത്തി, 9ാം ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇത് അനന്യാചിന്തയന്തോമാം ചെയ്യേണ്ട വഴികൾ. സോ അത് നമുക്ക് പോയാൽ മതി. അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരെണ്ണം ഡീറ്റെയിൽഡായിട്ട് ഇവിടെ പറയാൻ പോവുകയാണ്. ഫിയർലെസ്നെസ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ്. അഭയം, ഫിയർലെസ്നെസ്, ഭയമില്ലായ്മ. സത്വ സംശുദ്ധി, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് ജ്ഞാനയോഗ വ്യവസ്ഥിതി, steadfastness in ജ്ഞാനയോഗ, നോളജ്. വ്യവസ്ഥിതി, steadfastness, ജ്ഞാനയോഗ ഇൻ നോളജ്. ഇത് 3 ഇത് നമ്മൾ സ്പിരിച്വൽ ആധ്യാത്മികമായിട്ടുള്ള കേസിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഫിയർലെസ്നെസ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ്. അതിന് ഒരു മോഡേൺ പാർലൻസിലൊരു പേര് തന്നെ ഉണ്ട്, കറേജിയസ് കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ അതിനെ കാണണം. കറേജിയസ് കോൺഷ്യൻസ്, ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സംഗതിയാണ്. കറേജിയസ് കോൺഷ്യൻസ്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ക്വാളിറ്റീസ് റിസൾട്ട്. അതായത് 3 ഏതൊക്കെയാണ്? ഫിയർലെസ്നെസ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ് റിസൾട്ട് ഇൻ വാട്ട് ഈസ് കോൾഡ് ആസ് കറേജിയസ് കോൺഷ്യൻസ്, വിച്ച് ഈസ് കൺസിഡേർഡ് ദ ഹോൾമാർക്ക് ഓഫ് എ തോട്ട് പവേർഡ് വർക്കർ ഓഫ് ദ 21st century. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇന്നത്തെ മാത്രമേ, ഇതിനു മുമ്പൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ ഇന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് അത് ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഐ എം ഗോയിങ് ടു ഗോ ഇൻ ടു ദാറ്റ് ആസ് എ സെപ്പറേറ്റ് ഒരു ചെറിയ ബൈപ്പാസ് എടുക്കാൻ പോവാണ്. സോ ബേസിക്കലി കറേജിയസ് കോൺഷ്യൻസ്, വിച്ച് ഈസ് എ ഡിവൈൻ ക്വാളിറ്റി, ദൈവികമായിട്ടുള്ള സമ്പത്ത്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 things: ഫിയർലെസ്നെസ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ്. അപ്പോൾ അത് ഡെഫിനേഷൻ നോക്കാം. ആ ഡെഫിനേഷനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ വി വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻസൈറ്റ്. ദി അബിലിറ്റി ടു ജഡ്ജ് the right from the wrong. Judging the right from the wrong requires purity of knowledge. The knowledge is required, and you have to steadily, stick to that knowledge. The ability to judge the right from the wrong is one knowledge, but you have to stick to it also, and then to stick to the right path.
അതുകൊണ്ടാണ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ദാറ്റ് നോളജ് ആൻഡ് ഫിയർലെസ്നെസ് എന്ന് പറയുന്ന കാര്യം വന്നത്. ആൻഡ് ദ ഫോർട്ടിറ്റ്യൂഡ് ദാറ്റ് ഈസ് ടു സ്റ്റിക്ക് ടു ദാറ്റ്. എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കാരണം ഞാനത് പിടിച്ചു നിൽക്കും, ആ ധർമ്മത്തിൽ ഞാൻ പിടിച്ചു നിൽക്കും. ടു ടേക്ക് അഫർമേറ്റീവ് ആക്ഷൻ, അതായത് നമ്മൾ എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കുക. അഫർമേറ്റീവ്, അല്ലാണ്ട് വെറുതെ ഇതെനിക്ക് തെറ്റ് ശരിയാണെന്ന് അറിയാം ഞാൻ മാറിയുന്നു, നോ, ദാറ്റ് ഡസൻറ്റ്. അത് മാത്രം പോരാ. അർജുനനെ പോലെ അല്ലെങ്കിൽ കൃഷ്ണൻ പറയുന്നതായിട്ടുള്ള ഈ കറേജിയസ് കോൺഷ്യൻസോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ദൈവികമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ദേ വിൽ ടേക്ക് അഫർമേറ്റീവ് ആക്ഷൻ, പോസിറ്റീവ് ആക്ഷൻ ഇൻ വാട്ട് വൺ ബിലീവ്സ് ഈസ് റൈറ്റ്. ആ നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ധർമ്മ സമുച്ചയങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പോരാടാനായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ശക്തി നമ്മൾ കാണിക്കുക അവിടെ. അതാണ് കറേജിയസ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. ദ അബിലിറ്റി ടു ജഡ്ജ് the right from the wrong and the fortitude to take affirmative action towards what one believes is right. So what is this, what is the roadblock? അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? ഇതറിയാം, വേർഡ് ബൈ if you know the definition, yes, we have understood literally what it means, but then how do we actually practice it? Why are we not able to practice that? The difficulties in developing this strength, അതെന്താണ് എന്നുള്ളത് കൊണ്ട് നോക്കാം. അപ്പോൾ ഈ നമ്മളുടെ ഉള്ളിൽ ഈ പറയുന്ന ദൈവീക ശക്തിയെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ആ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വന്ന് നമ്മളെയൊക്കെ വലിച്ച് താഴേക്കിടുകയാണ് ചെയ്യുന്നത്. സോ വൈ, വാട്ട് ഈസ് ദാറ്റ്, ഹൗ ഈസ് ഇറ്റ് ഹാപ്പനിങ്? വൺ, അത് നമ്മൾ സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന പ്രഷർ ഓഫ് അതോറിറ്റി ആൻഡ് നോംസ് അല്ലേ. പലപ്പോഴും എൻ്റെ ബോസ് പറഞ്ഞു ഇത് ചെയ്യാൻ, അതെനിക്ക് തെറ്റാണെന്നറിയാം, എന്നാലും ഞാൻ ചെയ്യണം. എന്താ എൻ്റെ കാര്യം എൻ്റെ ബോസ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താ പറ്റുക, എന്താ ജോലി പോവും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ വരാം. ആൻഡ് ഓൾ നോംസ്, സൊസൈറ്റിയിലെ ചില സംഗതികൾ ഇങ്ങനെയായിരുന്നു പണ്ടൊക്കെ, അത് കാരണം എപ്പോഴും ഞാൻ അതുപോലെ പോകണം എന്നുള്ള ചിന്തയിൽ നമ്മൾ പോകുന്നു. എന്ന് കാലഘട്ടം മാറുന്നതോറും നമുക്ക് പല മാറ്റങ്ങളും നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ സമയത്ത് നമ്മളത് ചെയ്യാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് പെടും, നമുക്ക് അതിനുള്ള ധൈര്യമില്ലെങ്കിൽ. അതായത് നമ്മളെ തന്നെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട്. മറ്റേത് പ്രഷർ ഓഫ് അതോറിറ്റി സംതിങ് ഫ്രം ദ ഔട്ട്സൈഡ്. ഇത് രണ്ടും നമ്മളെ പ്രശ്നങ്ങളിലെത്തിക്കും. അപ്പോൾ ചാലഞ്ചിങ് ദ ലീഡർ ആൻഡ് ദ നോംസ് ഈസ് വൺ ഓഫ് ദോസ് കേപ്പബിലിറ്റീസ്. കറേജിയസ് കോൺഷ്യൻസ് ഉള്ളവർ കാണിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. ചാലഞ്ചിങ് ദ ലീഡർ ആൻഡ് ഓർ ദ നോംസ്, അത് ചാലഞ്ച് ചെയ്യാൻ പറ്റുക. അതായത് ടു ഒബേ. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ടു ഒബേ ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് റിവാർഡഡ്. ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ എന്താ, ഒബേ ചെയ്ത് പോകുന്നവരാണ്, എന്താണ് എസ് ആർ പറഞ്ഞു പോകുന്ന ആൾക്കാർ. ദേ ആർ എക്സ്പെക്റ്റഡ്, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ടിപ്പിക്കൽ സിറ്റുവേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് റിവാർഡഡ് ഓൾസോ. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ എന്താ പറ്റുക, നമ്മൾ നമ്മളുടെ തന്നെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നമുക്ക് പലപ്പോഴും പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്നു, എന്നിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു. ടു ഡിസബേ റിക്വയേഴ്സ്, പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടു ഡിസബേ റിക്വയേഴ്സ് എക്സ്പ്ലെയിൻ. അത് കാരണം അതിൻ്റെ റീസൺ എന്താ, ഇറ്റ് ഈസ് ബിക്കോസ് ടു ഡിസബേ റിക്വയേഴ്സ് എക്സ്പ്ലനേഷൻ ആൻഡ് റിസ്ക് ഓഫ് പണിഷ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ഇതിനനുസരിച്ചിട്ടല്ല, നോംസ് സ്റ്റാൻഡേർഡ്സിൻ്റെ അനുസരിച്ചിട്ട് അല്ല നമ്മൾ പ്രവർത്തിക്കണം, ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ലീഡർ പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിക്വയർ യു ടു ഗിവ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇറ്റ് വിൽ റിക്വയർ റിസ്ക് ഓഫ് പണിഷ്മെൻറ്റ്. ഈ എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് ദ കറേജ് ഓഫ് you should have the capacity to describe what is wrong and to stand for your thinking processes and explain it. അപ്പോൾ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. ആ കപ്പാസിറ്റി ഇല്ലാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പേടിച്ച് പുറകോട്ട് പോകുന്നത്. അപ്പോൾ അത് പാടില്ല. ഒരു ദൈവിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സംടൈംസ് യു വിൽ സി ഇറ്റ് ഈസ് സോഷ്യലി ഓക്വേർഡ് അല്ലേ. ഇപ്പോൾ ഒരു ലീഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുക, ഇത് അല്ലെങ്കിൽ പേടിപ്പിക്കും നമ്മളെ, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയാം. അപ്പോൾ സോ വി ഗെറ്റ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ ഗ്രൂവ്, ഇൻ ടു എ ഷെൽ. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെന്താ, നോട്ട് ഡൂയിങ് വാട്ട് ഈസ് അൺഎത്തിക്കൽ ഓർ മോറലി റോങ് എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ശക്തിയില്ലേ, അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റണം. സൈലൻസ് അബൌട്ട് എത്തിക്സ് അറ്റ് ദ ടോപ്പ്, റൈറ്റ് ആൻഡ് ലെസ് ദാൻ റൈറ്റ് ഇഷ്യൂസ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഡൂയിങ് വാട്ട് ഈസ് എത്തിക്കലി ഓർ മെൻ്റലി റൈറ്റ് ആയിട്ട്, റോങ് എന്നല്ല റൈറ്റ് എന്നാണ് അവിടെ വേണ്ടത്. അതായത് നമുക്ക് അറിയാം ഇത് തെറ്റാണെന്ന്, അൺഎത്തിക്കലാണെന്ന് അറിയാം, അല്ലെങ്കിൽ മോറലി ഒരു റോങ് ആയിട്ടുള്ള സംഗതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുകയോ വേണ്ടതൊന്നും ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഇതിനോട് തെറ്റായിട്ടുള്ളൊരു സംഗതിയാണ്. അങ്ങനെ നമ്മൾ അതിലേക്കും വീഴാൻ പാടില്ല. അതായത് മിണ്ടാണ്ട് ഞാൻ തെറ്റ് ചെയ്തില്ല, പക്ഷേ ഐ കെപ്റ്റ് ക്വയറ്റ്, ദാറ്റ് ഈസ് ഓൾസോ റോങ്.
സോ അത് നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അത് ഇതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഐ വിൽ കം ടു ദാറ്റ്. കാരണം ഇതൊക്കെ ചിലപ്പോൾ പറയും ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ബുദ്ധിമുട്ടാണ് അല്ലെ. കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ എന്താ ചെയ്യുക അല്ലെ. നാച്ചുറലി ദർ ഈസ് സം പ്രോബ്ലം അങ്ങനെ വരുമ്പോൾ. സോ ദർ ആർ തിങ്സ് ദാറ്റ് വി നീഡ് ടു റിയലി ഇതെല്ലാം പറയുന്നത് അതേപടി എടുത്തടിക്കണം എന്നല്ല. അത് നമ്മളെ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ മെരുക്കിയെടുക്കണം ആദ്യം, എന്നിട്ട് വേണം അത് പ്രവർത്തിപ്പിക്കാൻ, അങ്ങനെ അതിലേക്ക് കിടക്കാനായിട്ട്, ഇങ്ങനത്തെ കണ്ടീഷനിലേക്ക് വരാനായിട്ടുള്ള ശക്തി നമ്മൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം. അത് വളരെ ചെറുപ്പകാലത്താകുമ്പോൾ വളരെ സുഖമാണ്, ശരിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ പ്രായമാകും തോറും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രായമായിട്ടുള്ളവരെ ഇത് ഇനി എന്താ ചെയ്യുക, ഞാൻ ഹോപ്പ്ലെസ് ആയി അല്ലോ എന്ന് ചിന്തിക്കേണ്ട. അവിടെയും നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം. ചെറുപ്പമാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു കൾട്ടിവേറ്റ് ദീസ് കേപ്പബിലിറ്റീസ്. അപ്പോൾ അതും നമുക്ക് ഐ വിൽ കം ടു സം ഓഫ് ദോസ് ലിസ്റ്റഡ് ഐറ്റംസ്. ഹൗ ടു ഗെറ്റ് അറൗണ്ട്, എങ്ങനെയാണ് നമുക്ക് ഇതിനെ മറികടക്കാനായിട്ട് എന്താ സാധിക്കുക. ദ ഡിഫിക്കൽട്ടീസ് ഇൻ ഡെവലപ്പിംഗ് ദി സ്ട്രെങ്ത്, എങ്ങനെ ഹൗ ക്യാൻ യു ഗെറ്റ് അറൗണ്ട് ദ ഡിഫിക്കൽട്ടീസ്, ഹൗ ടു ഗെറ്റ് അറൗണ്ട് ദ ഡിഫിക്കൽട്ടീസ് ഇൻ ഡെവലപ്പിംഗ് ദി സ്ട്രെങ്ത് എന്നാണ് അവിടെ അടുത്ത് നോക്കാൻ വേണം. അപ്പോൾ അത് അവോയ്ഡ് മോറൽ ലേസിനെസ്, അത് ചെറുപ്പകാലം മുതലേ പഠിക്കേണ്ടതായിട്ട്. അവോയ്ഡ് മോറൽ ലേസിനെസ്, അത് നമുക്ക് ഈ പറയുന്ന ഇങ്ങനെ മോറലായിട്ടോ അൺഎത്തിക്കലായിട്ടോ ഉള്ള സംഗതികൾ കാണുമ്പോൾ മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്നത് ലേസിനെസ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ റിവല്യൂഷണറി ആയിട്ടോ പ്രവർത്തിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ തെറ്റുകൾ കാണുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ചങ്കൂറ്റം ഉണ്ടാവും. അതാണ് അത്. ദാറ്റ് യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. For that, independent critical thinking and active engagement are required. അപ്പോൾ നമുക്ക് അങ്ങനെ ലേസിനെസ് ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ, ഇപ്പം നമ്മളെ ലീഡർ എന്തെങ്കിലും അൺഎത്തിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ലീഡറെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു മീറ്റിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും അൺഎത്തിക്കലായിട്ടുള്ള കാര്യം പറയുമ്പോൾ, ഒരു 10 പേര് ഇരിക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ എണീറ്റിട്ട് കറേജിയസ് കോൺഷ്യൻസുകാരൻ ഞാൻ എണീറ്റിട്ട് അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നത്തിങ് വിൽ ഹാപ്പൻ ആൻഡ് ഇൻഫാക്ട് യു വിൽ ലാൻഡ് അപ്പ് ഇൻ ബിഗർ പ്രോബ്ലംസ്. അതല്ല അവിടെ ഉദ്ദേശം. അന്നത്തേക്കാണെന്ന് ഐ നോ, ഐ കെപ്റ്റ്. If the situation is right and you have the right and the authority to do that, you can do that എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്. But if you don't, invariably in most cases you will not. അപ്പോൾ എന്താ പറ്റുക, you have to meet him separately and then talk to him about that thing earnestly. And അത് നമ്മളുടെ ലീഡർ, ആ ലീഡറിനെ വിളിച്ച് ലീഡറിന്റെ ക്യാബിനിൽ പോയി ഇരുന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മളുടെ ഫേസിൽ, നമ്മളുടെ മനസ്സിന്റെ ആ ശുദ്ധി, എന്താ പറയാ, വെറുതെ എനിക്ക് ജയിക്കാനോ എന്നെ വലുതായി കാണിക്കാനോ ആയിട്ടുള്ള ഒരു സെൽഫിഷ്നെസ്സിന്റെ സ്ട്രീക്ക് ഇല്ലാണ്ടാണ് ഞാൻ സംസാരിക്കണതെങ്കിൽ അത് ഇറ്റ് വിൽ ഷോ ത്രൂ യുവർ ഫേസ് ആൻഡ് nobody will be able to withstand that. അതിന് നമുക്ക് ഇപ്പം മേ ബി ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് 100% സക്സസ് ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ യു മൈറ്റ് ബി ഏബിൾ ടു ഡിഫ്ലേറ്റ് ദ അൺഎത്തിക്കൽനെസ് ഓഫ് ദി ഓർഡർ ബൈ അറ്റ്ലീസ്റ്റ് 50% ഇനീഷ്യലി. മേ ബി യെസ്, അതിൽ കോംപ്രമൈസസ് അദ്ദേഹം ഉണ്ടാക്കും, അവർ ലീഡേഴ്സ് ഉണ്ടാക്കിയെന്ന് വരും. പക്ഷേ യു ഹാവ് ടു ഹാവ് ദ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഹോണസ്റ്റി ആൻഡ് നോളജ് ടു എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ആൻഡ് ഗിവ് ഓപ്ഷൻസ് ആൻഡ് alternatives. Don't lose conscience in extreme conditions. അതുപോലെ എക്സ്ട്രീം കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ കോൺഷ്യൻസ് കളയാൻ പാടില്ല. അതായത് ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡെഡ് ലൈൻ, ആ സമയത്ത് ഡെഡ് ലൈൻ ആയതുകൊണ്ട് ഞാൻ തെറ്റുകളൊക്കെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ. അപ്പോൾ അവിടേക്ക് വരാണ്ടിരിക്കണമെങ്കിൽ ആദ്യം തന്നെ വി ഷുഡ് ബി കെയർഫുള്ളി ഡൂയിങ് അവർ പ്ലാനിങ്, ഹോംവർക്ക് എക്സെട്ര. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് യു ഹാവ് ടു ബിൽഡ്. ഇത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഈ പറയുന്ന വിധത്തിൽ അഗ്രസീവായിട്ട് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അലിയനേറ്റഡ് ആവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ വി ഹാവ് ടു പ്ലേ ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഗെയിം, ഓഫ് ദ സൊസൈറ്റി, ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ, വാട്ട് എവർ, ആൻഡ് ദെൻ സ്ലോലി മേക്ക് ദ ചേഞ്ചസ്. അത് നമ്മൾ നേരത്തെ ഉള്ള തമസിൽ നിന്ന് രജസിൽ നിന്ന് സത്വത്തിലേക്കും പോകുന്ന വിധത്തിലേക്ക് പോകണം. അതാണ് അവിടെ 14-ാം അധ്യായത്തിൽ ഒരു പ്രോസസ്സ് തന്നെ കൃഷ്ണൻ പറഞ്ഞു തന്നു നമുക്ക്. അല്ലാണ്ട് തമസ് കിടക്കുന്ന ആളെ സഡൻലി സത്വത്തിലേക്ക് എത്തിക്കണം, അതാണ് ഞാൻ ചെയ്യാൻ പോണേ എന്ന് പറഞ്ഞ് വാളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ വീണു പോകണം. So you have to do that through a process of elevating the tamas to rajas and rajas to sattva. Always be watchful and always be watchful. But you have to keep watching yourself, whether you are actually playing to the tunes or you are going by the dharma, the truth, what is required, ethics and morality.
അത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഇതൊക്കെ ചെയ്യാനായിട്ട് ഹൗ ഡു യു ഗോ അബൌട്ട് ഡൂയിങ് ദാറ്റ്? അപ്പോൾ ആക്ച്വലി അതിനു മുമ്പ് യു ഷുഡ് നോ വേർ ഡു യു ഫോൾ. യു ഹാവ് ടു ഗേജ് യുവർ സെൽഫ്. എങ്ങനെയാണ്? ഒന്ന്, കൺഫോമിസ്റ്റ്, ഇൻ്റലക്ച്വലി ലേസി ആയിട്ടുള്ള ആൾക്കാരെ കൺഫോമിസ്റ്റ് എന്ന് പറയും. അതായത് നമുക്ക് ചിന്തിക്കാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ വയ്യ, അപ്പോൾ ആരെ പറയണത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യും. ചോദ്യം ചെയ്യാനോ അതിനുള്ള യു ഹാവ് ടു ഡു സം ഹോംവർക്ക്, അത് ചെയ്യുന്നില്ല. സോ യു ആർ കൺസിഡേർഡ് ആസ് എൻ ഇൻ്റലക്ച്വലി ലേസി പേഴ്സൺ. Are you intellectually lazy? Question. You have to think. Self-analytics are under, so you have to think about that. Then, passive. Are you passive? That, engum thodand. Lazy in motivation. അതായത് നമുക്ക് ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. That is passivity. പ്രവർത്തിക്കാണ്ടിരിക്കുന്നത് പാസിവിറ്റി. ആൻഡ് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ചിലവർ. ലേസി ഇൻ ആക്ഷൻ ആണത്. Another form of laziness in action is pragmatism. Pragmatism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എനിക്ക് തടിതപ്പെടാൻ ഇതിൽ അതിന് വേണ്ടിയിട്ട് ചില വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്ന ആ ഒരു ലേസി ഇൻ ആക്ഷനിലേക്ക് പോകാണ്ട് ഇരിക്കുക. അതിനെയാണ് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ആണ് എന്ന് നമ്മൾ പറയും അതിനെ. പക്ഷെ അതിനെ ആൻഡ് വേറൊരു ഇതുണ്ട് വിച്ച് ഈസ് കോൾഡ് എസ് എലിയനേഷൻ, ദാറ്റ് ഈസ് സെൽഫ് സെൻറ്റേർഡ്നെസ്. എന്നിട്ട് ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കടുംപിടുത്തങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു ബിക്കം എലിയനേറ്റഡ് ഇൻ ദ സൊസൈറ്റി ഓർ ഇൻ ദി ഓർഗനൈസേഷൻ ഓർ വേറെവർ ഇറ്റ് ഈസ്. അപ്പോൾ അതും പാടില്ല. ഇതിൽ എവിടെയാണ് നമ്മൾ വീഴുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. അപ്പോൾ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇറ്റ് ഈസ് ഓൺലി ലേസിനെസ് ഇൻ ആക്ഷൻ. യു ജസ്റ്റ് നീഡ് ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. അപ്പോൾ അത് അങ്ങനെ ഓരോന്നിലും ചിലതിന് കൂടുതൽ എഫേർട്ട് വേണ്ടി വരും, ചിലതിന് കുറഞ്ഞ എഫേർട്ട് മതിയാവും. അപ്പോൾ വി ഹാവ് ടു ക്ലാസിഫൈ അവർ സെൽഫ് ആസ് ടു വേർ വി ആർ ഫോളോയിങ്. പിന്നെ ഹൗ ഡു യു ഡു ദിസ്? ഓക്കെ, ഡ്യൂട്ടി ടു ഡിസൊബേ ആൻഡ് ടേക്ക് പോസിറ്റീവ് ആക്ഷൻ. വാട്ട് ഈസ് ദ ഡൈലമ? ഒബേ, നോട്ട് ഒബേ, ഓർ ടേക്ക് ഓൾട്ടർനേറ്റീവ് ആക്ഷൻ. നമ്മൾ സാധാരണ ഈ പറയുമ്പോൾ അൺഎത്തിക്കൽ, ഇമ്മോറൽ ആയിട്ടുള്ള സംഗതികൾ ചെയ്യാൻ പറയുമ്പോൾ ഷുഡ് ഐ ഒബേ ഓർ ഷുഡ് ഐ നോട്ട് ഒബേ? ഇത് രണ്ടേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഒബേ, നോട്ട് ഒബേ. യു നെവർ തിങ്ക് അബൌട്ട് യു മീനിങ് ആൻഡ് സെയിങ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡു നോട്ട് ജനറലി തിങ്ക് അബൌട്ട് ഓൾട്ടർനേറ്റ് പൊസിഷൻ ഓർ ഓൾട്ടർനേറ്റ് ആക്ഷൻ. ഈ ഓൾട്ടർനേറ്റ് ആക്ഷനെ പറ്റിയിട്ടോ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് നോളജ് ആൻഡ് യു ഹാവ് ടു ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് അനലൈസ്. അതിന് മോറൽ ലേസിനെസ് വിൽ നോട്ട് ഹെൽപ്പ് യു. സോ ഒബേ, നോട്ട് ഒബേ, ഓർ ടേക്ക് ഓൾട്ടർനേറ്റ് ആക്ഷൻ. ഇത് ആക്ച്വലി കർമ്മയോഗത്തിൽ തന്നെ ആദ്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും യു ക്യാൻ ഡു ഇറ്റ് ദ വേ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബി ഡൺ ഓർ ദ വേ ഇറ്റ് കനോട്ട് ബി ഡൺ ഓർ യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റൈൽ. ഇത് നമ്മൾ ഏത് വിധത്തിൽ ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും നമ്മളുടെ ഡൈനാമിസം. അതിൻ്റെ കണ്ടീഷൻ എന്തും തോന്നിയ മാതിരി വേറെ എന്തെങ്കിലും വിധത്തിൽ ചെയ്യുക എന്നുള്ളതല്ല. അത് വെൻ ഇറ്റ് ഈസ് പോളിഷ്ഡ് വിത്ത് ധർമ്മ, ദാറ്റ് ഈസ് വാട്ട് ബേസിക്കലി കർമ്മയോഗ ഈസ് ടീച്ചിങ് യു അബൌട്ട്. ട്രഡീഷണൽ അതോറിറ്റി ക്യാൻ ബി ഫോൾട്ടി എന്നുള്ള ഒരു ബോധവും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ട്. കാരണം നമ്മുടെ ബോസാണ്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ ശരിയായിരിക്കും, എന്നേക്കാൾ സീനിയർ ആണ്, സോ ദെയർഫോർ ഹി മസ്റ്റ് ബി ഓൾവേസ് റൈറ്റ് എന്നുള്ള ചിന്ത. അതും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വി ഹാവ് ടു ബി വി ഹാവ് ടു ചെക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് കൺസിഡർ ചെയ്യേണ്ടതെന്നല്ല അർത്ഥം. പക്ഷെ തെറ്റ് പറ്റാം, എസ്പെഷ്യലി ഇൻ തോട്ട് പവേർഡ് വർക്ക് ഹാപ്പൻസ് വെൻ അപ്പോൾ ഇൻഡിവിജ്വൽ ദെയർഫോർ അത് എന്നിട്ട് എൻ്റെ ബോസ് പറഞ്ഞതാണ് അല്ലെങ്കിൽ എൻ്റെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു. എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്ക് തെറ്റുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബോസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പലപ്പോഴും അത് ഈ പ്രശ്നങ്ങളുണ്ടാവാം. അത് that we need to be able to judge and identify. So, and not forsake your personal responsibility for actions that they take under superior orders, but which are considered illegal or immoral to the larger community. അത് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ചില എക്സാമ്പിൾസ്, ടെക്നിക്കൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഈ നമ്മുടെ സ്പേസ് ഷട്ടിൽ 1967 68 സ്പേസ് ഷട്ടിൽ പോയിട്ട് പൊളിഞ്ഞൊരു കഥയുണ്ട്. ഐ മീൻ ദാറ്റ് ഈസ് വൈൽ ഇറ്റ് ക്രാഷ്ഡ് വൈൽ ടേക്കിംഗ് ഓഫ്. കുറേ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്പേസിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് അത് ഇറ്റ് ക്രാഷ്ഡ് ആൻഡ് ദെൻ ഫെൽ. ഐ മീൻ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വർ വേസ്റ്റഡ്. അപ്പോൾ ആക്ച്വലി ദർ വർ ലോട്ട് ഓഫ് അതിൻ്റെ ഒരു വെൻറ്റ് ഓൺ ഫോർ ഇയേഴ്സ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ദി എന്താ പറയുക, ഈ പറയുന്ന കറേജിയസ് കോൺഷ്യൻസിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതായത് ഐ മീൻ ഡീറ്റെയിൽസിലേക്ക് പോകാണ്ട് ബോസ് പറഞ്ഞു, അത് കാരണം ഞാൻ ചെയ്തു. അത് ചെയ്യണ സമയത്ത് ബോസ് ഇൻസിസ്റ്റ് ചെയ്ത കാരണം ചെയ്തു. ആ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന ആൾക്ക്
ബോധം ഉണ്ടായിരുന്നു ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ബട്ട് he was morally lazy and he didn't do anything about it. He just followed orders. And അതായിരുന്നു ആ ഒരു റീസൺ കൊണ്ടായിരുന്നു ഈ പറയുന്ന ക്രാഷ് ഉണ്ടായത്. സോ അത് ആക്ച്വലി ഇറ്റ് വാസ് എ സോഫ്റ്റ്വെയർ ക്രാഷ് ആൻഡ് system failed. All the subsystems started became dysfunctional and it came down. Okay, ഞാനിപ്പോൾ ഇതൊരു ടെക്നിക്കൽ ക്ലാസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. സോ വാട്ട് ഐ എം സെയിങ് ഈസ്, നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മുടെ ബോസ് പറയുന്നത് അനുസരിച്ച് ചെയ്യും, മറ്റത് ഞാൻ എൻ്റെ സ്വന്തം ചിന്താശക്തി ഉപയോഗിക്കാണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ പലപ്പോഴും ഉണ്ടായെന്ന് വരാം. അത് പാടില്ല. സോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാമെങ്കിലും ഇത് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? 6 questions that guide the star in taking correct action. വാട്ട് ആർ ദേ? ആ 6 questions നമുക്ക് എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഞാൻ കേമനാവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് കണ്ടാലും അതിൽ തെറ്റുണ്ടെന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്ന സ്വഭാവം, അതൊന്നും പാടില്ല. സോ യു ഷുഡ് ബി റിയലി ഗോയിങ് ആഫ്റ്റർ ദീസ് റീസൺസ്. വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് ഫോർ ദി ഓർഗനൈസേഷൻ? അപ്പോൾ ഓർഗനൈസേഷൻ ആണ് വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് ഫോർ ദി ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ബേസിക്കലി ഇപ്പോൾ ഈ പറയുന്ന തെറ്റുകൾ ചെയ്താൽ ഓർഗനൈസേഷന് എന്ത് സംഭവിക്കും? എനിക്കറിയാം ഇത് തെറ്റാണെന്ന്, അപ്പോൾ ഓർഗനൈസേഷന് സംഭവിക്കും. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ്. അല്ലാണ്ട് എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളത് അല്ല, അത് എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളത് വേണം. അത് 6ാമത്തെ ഐറ്റമാണ്. വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് ഫോർ യു പേഴ്സണലി. ഈ സ്പെക്ട്രത്തിൻ്റെ ഉള്ളിലാണ് ബാക്കിയായി കിടക്കുന്നത്. അതിനെ ബാലൻസ് ചെയ്യലാണ് കറേജിയസ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് പ്രാക്ടിക്കൽ കറേജിയസ് കോൺഷ്യൻസ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഫെയിൽ ടു ആക്ട്? അത് ഇറ്റ് ക്യാൻ ബി ഇൻ ഓർഗനൈസേഷൻ, ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ സൊസൈറ്റി, ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫാമിലി. വേറെ എന്ത് ചെയ്യുമ്പോഴും ഫാമിലിയിലത്തെ പ്രശ്നങ്ങൾക്ക് നമുക്കങ്ങനെ what is at stake for the family? If I don't take this decision, if I take this decision, or if I don't take this decision, how will my family look at it? What will happen? എന്നൊക്കെയുള്ള ചിന്ത. What will happen if you fail to act? Does the leader, organizational ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ, does the leader have both the expertise and the legitimate authority to issue the order? ഓർഗനൈസേഷനിലാണെങ്കിൽ ലീഡർ ഇത് പറഞ്ഞു നമ്മുടെ അടുത്ത് എന്തെങ്കിലും അൺഎത്തിക്കലായിട്ടോ അല്ലെങ്കിൽ ഇമ്മോറലായിട്ടോ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഡസ് ഹി റിയലി ഹാവ് ദ അതോറിറ്റി ടു സേ ദാറ്റ്? അത് നമുക്ക് അറിയാൻ പറ്റണം. മേ ബി ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ടെക്നിക്കലി ഇഫ് ഹി സൗണ്ട് he will do, but then if he doesn't know the market, let's say, and the market has certain other ethos and also dynamics, അത് നമുക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ബട്ട് ദ ലീഡർ, യുവർ ടെക്നിക്കൽ ലീഡർ മേ നോട്ട് നോ ഇറ്റ്, ലെറ്റ്സ് സേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹി സേസ് മേ ബി റോങ് ബിക്കോസ് യു ആർ ബെറ്റർ എക്വിപ്ഡ്. സോ ഇൻ വിച്ച് കേസ് യു മേ ഹാവ് ടു ടേക്ക് അപ്പ് ദ ഗോൺട്ലെറ്റ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അങ്ങനെ അത് ജീവിതത്തിലും നമുക്ക് പലപ്പോഴും ഉണ്ടാവാം. നമ്മൾ മുതിർന്ന ആളായിരുന്നു, എൻ്റെ സീനിയർ വളരെ മുതിർന്ന കാരണവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഡസ് ദ കാരണവർ ഹാസ് ഗോട്ട് ദി റിയൽ അതോറിറ്റി ആൻഡ് ദ നോളജ് ടു ഡു ദാറ്റ് എന്ന് ചിന്തിക്കുകയും അത് അല്ലെങ്കിൽ അതിനെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും അടിച്ച് പിരിയലല്ല, നമുക്ക് സംസാരിക്കാൻ പറ്റണം നമ്മുടെ കാരണവരുടെ ഇതിനെ പറ്റിയിട്ട്. കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് നമുക്ക് കാര്യങ്ങളിലേക്ക് നല്ല ശരിയായിട്ടുള്ള വഴിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള അതാണ് തോട്ട് പവേർഡ് ആയിട്ടുള്ള ആക്ഷനാണ്. ഈ വെറും ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്കുള്ള അഡ്വൈസ് അല്ല ഇത്. ഇറ്റ് ഈസ് ഫോർ തോട്ട് പവേർഡ് ലൈക്ക് അർജുന. പിന്നെ ആർ ഹ്യൂമൻ കോസ് ആൻഡ് സോഷ്യൽ വാല്യൂസ് ബീങ് ഓവർലുക്ക്ഡ്. അപ്പോൾ അത് ഇൻ ജനറൽ, ഇനിയിപ്പോൾ നമ്മളുടെ മാത്രമല്ല, ഓർഗനൈസേഷൻ്റെ മാത്രമല്ല, ഇൻ ജനറൽ ഹ്യൂമൻ കോസ്റ്റുകൾ അല്ലെങ്കിൽ സൊസൈറ്റൽ വാല്യൂസ് ഇതിലെന്തെങ്കിലും ച്യുതി സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുമോ ചിന്തിക്കണം. ആൻഡ് വാട്ട് റോൾസ് ആർ യു ബീങ് ആസ്ക്ഡ് ടു പ്ലേ? എന്താണ് നിങ്ങളുടെ അടുത്ത് സ്പെസിഫിക്കലി ചെയ്യാൻ പറഞ്ഞത്? അതിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ അറിയണം. ആൻഡ് ഫൈനലി വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് ഫോർ യു പേഴ്സണലി എന്നുള്ള നമ്മുടെ ചിന്തയും ആവണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ പ്ലെയിനിലിരിക്കുമ്പോൾ ഓക്സിജൻ മാസ്ക് കൊടുക്കണ മറ്റുള്ളവർക്ക് ആദ്യം കൊടുക്കണം, അല്ല നമുക്ക് ആദ്യം എന്നിട്ട് മറ്റുള്ളവർക്ക് എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കറേജിയസ് കോൺഫിഡൻസ് വരുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാവരുത് നമ്മളുടെ ഇത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് വരും. അത് പാടില്ല. അപ്പോൾ അങ്ങനെ അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഹൗ ഡു യു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദിസ്? ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ്. ദിസ് ഈസ് ദ ലിസ്റ്റ് ദാറ്റ് വി ഷുഡ് ആക്ച്വലി പുട്ട് അപ്പ് ആൻഡ് ദെൻ കീപ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ ഓഫ് ദിസ് വി ഫോളോ ഇൻ ഓൾ അവർ ആക്ടിവിറ്റീസ്. ബി പ്രൊആക്റ്റീവ്. വെറുതെ ഇങ്ങനെ എല്ലാം എന്താ പറയുക വരുമ്പോൾ കാണാം എന്നുള്ള മട്ടിലിരിക്കരുത്. ടേക്ക് ആക്ഷൻ. ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്. gather your facts. Another thing is gather your facts. അപ്പോൾ ഇത് gather your facts എന്ന് പറയുമ്പോൾ പ്രോബ്ലം വരുമ്പോൾ മാത്രമല്ല ഫാക്ട്സ് ഗ്യാദർ ചെയ്യാൻ പോകേണ്ടത്. റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഇൻ യുവർ വർക്ക് പ്ലേസ് ഓർ വാട്ട് എവർ യു ഹാവ് ടു കീപ്പ് ഓൺ ഗ്യാദറിങ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് നോളജ്. അത് നമുക്കറിയാത്ത കാര്യങ്ങൾ
ഓർഗനൈസേഷൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ ടീംസ് എല്ലാം ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ നമ്മൾ we should learn from all this and take notes and keep it ready within your mind. അപ്പോൾ within your mind വെക്കണമെങ്കിൽ അത് you internalize it. If you want to internalize it, maybe first write it down somewhere, blue book or whatever, kind of stuff, അതൊക്കെ ചെയ്യണം. And then before taking a stand, that's another thing, seek wise counsel. ആരെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സീനിയർ ആയിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ലീഡർ, ഒരു മെന്റർ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും always make sure that a mentor is available in your life at whatever stage you are in. Build your fortitude. അതായത് യെസ്, പലപ്പോഴും നമ്മൾ വിചാരിക്കണോ കാര്യങ്ങൾ നടക്കില്ല, നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരും. അപ്പോൾ നമ്മൾ വി ഷുഡ് നോട്ട് ലൂസ് ഹോപ്പ്, ഗിവ് അപ്പ് ആൻഡ് ദെൻ ബിക്കം, നാളെ മുതൽ ഞാൻ കറേജിയസ് കോൺഷ്യൻസ് എൻ്റെ ഷെൽഫിൽ എടുത്തു വെച്ചിട്ട് ഓഫീസിലേക്ക് വരുള്ളൂ എന്ന് ചിന്തിക്കരുത്. യു ഹാവ് ടു സ്റ്റിൽ കീപ്പ് ഓൺ ബിൽഡിങ് ദാറ്റ്. ഫോർട്ടിറ്റ്യൂഡ് ഉണ്ടാവണം ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. സഫർ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പോലും അത് ചെയ്യാൻ സാധിക്കണം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു വർക്ക് വിതിൻ എ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അതായത് ഈ പറയുന്ന നമ്മൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്താൻ പറ്റില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രെയിം യുവർ പൊസിഷൻ സോ ഇറ്റ് വിൽ ബി ഹെർഡ്. നൗ തിങ്ക് അബൌട്ട് വാട്ട് ഈസ് റിക്വയർഡ്, വാട്ട് ഈസ് ദ പ്രോബ്ലം, ബി ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് ദാറ്റ് പ്രോബ്ലം ഇൻ ദ ബെസ്റ്റ് മാനർ പോസിബിൾ. അപ്പോൾ അതിനുള്ള സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എഴുതാനും സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ടേയിരിക്കണം എപ്പോഴും. എഡ്യൂക്കേറ്റ് അതേഴ്സ് ഓൺ ഹൗ യുവർ വ്യൂസ് സെർവ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ എടുത്തുചാടി പ്രവർത്തിക്കുന്നതിന് പകരം നമുക്ക് വി ക്യാൻ ആക്ച്വലി ബൈ പീപ്പിൾ. ബൈ എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ഇങ്ങനെ കൈക്കൂലി കൊടുത്ത് വളർത്തല്ല, മേടിക്കലല്ല. നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ സത്യം അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മളുടെ സപ്പോർട്ടേഴ്സിനെ നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം. അപ്പോൾ നമ്മുടെ ബോസിനെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൺഫ്രണ്ട് ചെയ്യണമെങ്കിൽ ആ ടീമിലത്തെ 5 പേരിൽ 4 പേരെയും ആയിട്ട് ഞാൻ സംസാരിച്ച് അവരൊക്കെ ദേ ഓൾസോ സോ ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗദർ വി ഗോ ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് നോട്ട് യുവേഴ്സ്, ഇറ്റ് ബിക്കംസ് എ ടീംസ് ആൻഡ് ദെൻ ഇറ്റ് ഹാസ് ഗോട്ട് മോർ പവർ. പിന്നെ take collective action. And then when you educate others, you will be able to take collective action. And if you meet leader resistance, seek higher authority. അപ്പോൾ ആ ഒരു ലീഡർ നമ്മുടെ ബോസ് ആയിരിക്കാം, പക്ഷെ അതിനേക്കാളും വലുതുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യരുത്. അതിനുള്ള വഴികളിലൂടെ നേരിട്ട് പബ്ലിക്കായിട്ടും ചെയ്യാൻ പാടില്ല. വേറൊരു വിധത്തിൽ നമുക്ക് നമ്മളുടെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കണം. Seek higher authority and have the financial and finally ultimately നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? Have the financial and emotional cushions to exercise other alternatives. That is also important. If you cannot do that, then we have a big problem. അപ്പോൾ അത് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കണ പോലെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുപ്പകാലത്തിലൊക്കെ ഇരിക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ വരാം. And in that case, you should have something to fall upon. അതിന് ആദ്യം മുതലേ we should have the escape route ready. നമ്മൾ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ ഫയർ എസ്കേപ്പ് ഒക്കെ പണിയില്ല. എന്തിനാ പണിയുന്നത്? അപ്പോൾ തീ വരുമ്പോൾ പണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ യു വിൽ ബിൽഡ് ഇറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്, പുറത്ത് അല്ലേ? അതുമാതിരി ഒരു ഫയർ ചൂട്ട് നമ്മൾ എപ്പോഴും കരുതണം. അതിന് നമുക്ക് വി ഷുഡ് ബി പ്രിപ്പയർഡ്. അത് ഫസ്റ്റ് ആസ് എ യങ്സ്റ്റർ ഇൻ യുവർ കരിയർ അവിടെ നിന്ന് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. build it up because at some point ചില സമയത്ത് നമുക്ക് ഇതൊന്നും എല്ലാം നമ്മൾ വിചാരിക്കാത്ത പോലെ നടന്ന് ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ലുക്ക് ഐ ആം ക്വിറ്റിംഗ് എന്ന് നമുക്ക്. കാരണം വി ഷുഡ് ഹാവ് ദ ഓപ്ഷൻസ് ഫോർ ദാറ്റ്. അപ്പോൾ അതിന് നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊട്ടക്ഷൻ, ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്സ്, ഈ ലെയേഴ്സ്, പല വിധത്തിലുള്ള ലെയേഴ്സ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതിനെയാണ് തോട്ട് പവേർഡ് ആയിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത്. കറേജിയസ് കോൺഷ്യൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എസ്പെഷ്യലി ഇൻ എ തോട്ട് പവേർഡ് എൻവയറമെന്റ് വി നീഡ് ടു ഡു ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ അത്രയും വിത്ത് ദാറ്റ് വി വിൽ ഗെറ്റ് ബാക്ക് ടു again ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. ഇത് I just wanted to make sure that we understand some of these qualities, most of these qualities that are given here, divine qualities, everything, you have to reflect, think about what are the things that we can actually bring into our psyche so that we will be able to reflect this. ചിതാഭാസം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ചിത്താഭാസം, the knowledge
to be reflected in, self-knowledge to be reflected outside. അതാണ് ചിത്താഭാസമായിരിക്കണം ഉണ്ടാവണം നമുക്ക്. അല്ലെങ്കിൽ നമ്മളൊക്കെ ചിത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആത്മതത്വമാണ്, ആത്മാവാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. In this world when you are living, we need to abhasa, reflect that in the outside world. അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ? അല്ലെങ്കിൽ പിന്നെ വല്ല ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോയിരുന്നാൽ പോരെ, വേറെ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻ ദ സൊസൈറ്റി, ഇഫ് യു വാണ്ട് ടു ലിവ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ലിവ് ആൻഡ് റിഫ്ലക്ട് ദ ഡിവിനിറ്റി ദാറ്റ് വി ഹാവ്, ദൈവാസുരം, ദൈവസമ്പത്ത് നമുക്ക് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് വെൻ യു ബിക്കം എ ചിതാഭാസനായി മാറുന്നത്. അപ്പോഴാണ് അതിനുള്ള ക്വാളിറ്റീസ് ആണ്, ചിതാഭാസനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് വാട്ട് ആർ ദേ? ദിസ് ഇസ് ദ ഡിവൈൻ വെൽത്ത്. ദീസ് ആർ ദ 25 qualities that we are talking about. ഇവിടെ നേരത്തെ പറഞ്ഞ 25 ക്വാളിറ്റിയും ഇത് നമുക്ക് ഇത് കീപ് ദിസ് ലിസ്റ്റ് ആൻഡ് ദെൻ ട്രൈ ടു സീ വിച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ് യു ലാക്ക് സിവിയർലി ഓർ ഇന്റർമിറ്റൻ്റ്ലി. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിലുള്ള മാറ്റങ്ങൾ ഫൈൻ ട്യൂണിങ് നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. And with that, now we move over to the next of the part, demonic qualities. We'll go through that quickly because it's more of trying to understand that. That is all. At least our vaakkalakil nammal arnirikkanam. The marks of demonic quality are hypocrisy, arrogance, pride, anger, harshness, and ignorance. ഒരൊറ്റ ശ്ലോകത്തിൽ സമ്മറിയാണ് കൊടുത്തത്. And then he said, divine qualities lead to limitless expansion, whereas demonic qualities lead to limited existence. നമ്മളെ ചുരുക്കി കൊണ്ടുവരും. മറ്റേത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരും. യു ഡു നോട്ട് ഹാവ് ടു ബി കൺസേൺഡ് അർജുന. അപ്പൊ അതിൻ്റെ ഇടയിൽ അർജുനന് ഇതൊക്കെ കേട്ടപ്പോൾ ആകപ്പാടെ പരിഭ്രമമായി. കാരണം ഇതൊക്കെ ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അർജുനന്റെ സംശയം വന്നു. അപ്പൊ അത് വരണ്ടെന്ന് ഇപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നുണ്ടാവും. അത് ശ്രീകൃഷ്ണൻ നേരിട്ട് കണ്ടു. അർജുനന്റെ അർജുനൻ ചോദിച്ചില്ല, അതിനു മുമ്പ് തന്നെ ശ്രീകൃഷ്ണന് മനസ്സിലായി അർജുനന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നതായിട്ടുള്ള ഡൗട്ടുകൾ. അപ്പൊ അതിന് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുത്തു. എന്താ അറിയാമോ? യു ഡു നോട്ട് ഹാവ് ടു ബി കൺസേൺഡ് അർജുന ബിക്കോസ് യു ആർ ബോൺ ടു എംബ്രേസ് ദ ഡിവൈൻ എന്ന് പറയുകയാണ് ഞാൻ. അപ്പൊ അതിന്റെ അർത്ഥം, അതിന്റെ ഇന്നർ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. ബട്ട് ബിഫോർ ദാറ്റ്, next verse. Basically, there are only two types of people, the divine and the devilish. The divine qualities have been described in detail and in the first 3 slokas. The demonic qualities have now been elaborated in 1 sloka, 1604. Okay. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഈ കൃഷ്ണൻ അവിടെ അർജുനന് കൊടുത്തതായിട്ടുള്ള ആ ഒരു എന്താ പറയാ, ഇന്നർ സ്ട്രെങ്ത്, ഇന്നർ മോട്ടിവേഷൻ to actually believe in the fact that yes, look, I am able to do that എന്ന് പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ എവറി വൺ ഓഫ് us. എന്താണ് അതിൽ പറഞ്ഞത്? മാ സുജഹ എന്നാ പറഞ്ഞത്. മാ സുജ, ഡോണ്ട് ഗ്രീവ് ദാറ്റ് ഓൾ ദീസ് ആർ ബിയോണ്ട് മൈ സ്കോപ്പ്. ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇതൊക്കെ ഞാൻ എനിക്കൊന്നും പറ്റില്ല, ഇതൊക്കെ കേൾക്കാൻ പറയാൻ കൊള്ളാം, പക്ഷെ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ബബിൾ ചെയ്ത് വരുന്നത് അർജുനന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ അവർക്ക് അതിനുള്ള ഒരു സമാധാനം എന്നുള്ള നിലയിൽ പറഞ്ഞതാണത്. മാശുജ സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് ഡോണ്ട് ഗ്രീവ്, യു ഡോണ്ട് ബി ഗ്രീവിങ് അബൌട്ട് ദ ഫാക്ട് ബിക്കോസ് യു ആർ ബോൺ വിത്ത് ഡിവൈൻ അസറ്റ്സ്. സമ്പദം അസറ്റ്സ്, ദൈവീം ഡിവൈൻ, അഭിജാത യു ആർ ആക്ച്വലി ബോൺ ഓഫ് ഡിവൈൻ അസറ്റ്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. We are all born with divine assets. We carry this divine asset. നമ്മൾ വിചാരിക്കുന്ന മാതിരി എല്ലാവർക്കും ഉണ്ട്. എനിക്ക് പറ്റില്ല എന്നല്ല, നോ, എനിക്ക് പറ്റില്ല എന്നെ മനസ്സ് പറയുന്നതാണ്. ആക്ച്വലി യു പൊസസ് ദ ഡിവൈൻ സമ്പത്ത്. യു ഓൾറെഡി ഹാവ് ഇറ്റ് വിത്ത് യു അർജുന, സോ ഡോണ്ട് ഗ്രീവ് എന്നാണ് അവിടെ കൊടുത്ത ഇത്. ഡിവൈൻ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഡിവൈൻ അസറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സട്ടിൽ ഇന്റലക്ട് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ക്വയറ്റനിങ് ദ ഗ്രോസ് മൈൻഡ് ആൻഡ് ഇന്റലക്ട്. എൻ്റെ മനസ്സിൻ്റെ വിക്ഷേപങ്ങൾ, ഇന്റലക്റ്റിൻ്റെ വിക്ഷേപങ്ങളെ എനിക്ക് തടുത്തു നിർത്താൻ, അതായത് തെറ്റിദ്ധാരണകൾ, ഡെലൂഷൻസ്, പിന്നെ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പോകാനായിട്ടുള്ള എൻ്റെ വിമുഖത, നല്ലതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള വിമുഖത, അല്ലെങ്കിൽ എനിക്ക് തെറ്റുമ്പോൾ തന്നെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ആ ഒരു ലേസിനെസ്, മോറൽ ലേസിനെസ് ഒക്കെ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ പോകാനായിട്ട് ഉള്ള എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള intellectual capability, the subtle intellect which is required for that is already there with you.
That will make your actions mind quiet and therefore your actions peaceful, tranquil and at ease. എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. You are born with divine assets, Arjuna, because you already have these capabilities, but which you are not using. Equipped with the necessary weapons. ആ വെപ്പൺസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. All the necessary weapons. അർജുനൻ ധനുർധരിയായിട്ടുള്ള അർജുനൻ എന്ന് പറയുന്ന ആ അർജുനന് ഒരുപാട് വെപ്പൺസ് കയ്യിലുണ്ട് യുദ്ധം ചെയ്യാനായിട്ട്. പക്ഷെ ആ വെപ്പൺസ് it is still sitting in the quiver. You are not taking it out. That is basically the problem. അതാ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവിടെ പാണ്ഡവ എന്ന് അവിടെ ഉദ്ദേശിച്ചത് അർജുന who is equipped with the weapons എന്ന അത് ആ അർത്ഥം ഗാംഭീര്യം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Equipped with the necessary weapons to confront challenges, or equipped with necessary mindset to wield those weapons. അപ്പൊ ഈ വെപ്പൺസ് ഉണ്ടാവുക, ആ വെപ്പൺസ് എടുത്ത് ഉപയോഗിക്കാനായിട്ടുള്ള മനസ്സാന്നിധ്യം, ഉപയോഗിക്കാനായിട്ടുള്ള ബുദ്ധിശക്തി, അതും ഉള്ളിലുണ്ട്. സട്ടിൽ ഇന്റലക്ട്. ആരാണ് ആ സട്ടിൽ ഇന്റലക്ട്? ആ സട്ടിൽ ഇന്റലക്ട് ആണ് മുമ്പിൽ തേര് തെളിയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞാൻ. അതാണ് അവിടെ പറഞ്ഞത്. തേര് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ. Gives the control to me and I will lead you. With Krishna as the guide, Arjuna is bound to embrace the divine. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ജീവിതം ആകുന്ന കുരുക്ഷേത്രത്തില് ഫേസ് ചെയ്യുന്ന എല്ലാ ചാലഞ്ചുകളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ആത്മീയ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ആ ആത്മീയ ശക്തി ഉള്ളിലിരുന്നു കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അടുത്തും ബുദ്ധിയുടെ അടുത്തും പറയുകയാണ്. ഗ്രോസ് mind and the gross intellect are being told by that subtle intellect from within, the conscience sitting inside us and telling Arjuna, mind and intellect, don't play fool, but go ahead and fight. In the challenges face ചെയ്യാനായിട്ടുള്ള ശക്തി you have it. So അതാണ് അവിടെ പറഞ്ഞത്. അർജുനന് കൊടുത്ത പ്രോമിസ് ആണത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണൻ നമ്മളുടെ അടുത്ത് പറയണം, നിന്റെ ഗ്രോസ് മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന് വേണ്ട ശക്തി നൽകാനായിട്ടുള്ള സട്ടിൽ ഇന്റലക്റ്റ് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് മനുഷ്യർക്ക് മാത്രമുള്ള സംഗതിയാണ്, മനുഷ്യന് മാത്രമുള്ള ഒരു കേപ്പബിലിറ്റിയാണ് സട്ടിൽ ഇന്റലക്ട്. That intellect which helps you to guide the gross intellect and the mind and the senses so that you take to the path of righteousness. അത് മനുഷ്യന് മാത്രമുള്ളതാണത്. മറ്റുള്ളവരൊക്കെ എന്താ പറയാ, ഒരുതരം സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർ ആണ് പലതിനും. പക്ഷെ മനുഷ്യൻ മനസ്സും ബുദ്ധിയും പറയുന്നത് അനുസരിച്ചിട്ട് വെറുതെ പ്രവർത്തിക്കുന്ന ഒരാളല്ല. മനസ്സിനെയും ബുദ്ധിയെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ശക്തിയും കൂടെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ദാറ്റ് പവർ. എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? നമ്മളൊന്നും മൃഗങ്ങളല്ല, നമ്മളൊന്നും ചെടികളല്ല, നമ്മളൊന്നും കല്ലും അങ്ങനെ സ്ഥാവരം ആയിട്ടുള്ള സംഗതികളൊന്നുമല്ല. നമ്മൾ വി ഹാവ് ദിസ് പവർ റൈറ്റ് വിത്തിൻ us as a human being, and therefore we are equipped. So don't grieve, it is there, you can apply. You have that confidence that the subtle intellect is already there with you to guide you. അതിനു വേണ്ടിയിട്ട് ആ സട്ടിൽ ഇന്റലക്റ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനും അത് സ്പാർക്ക് ചെയ്യാനുമായിട്ടുള്ള നോളജാണ് ഭഗവത്ഗീത. use that to power. Use Krishna to power your mind, intellect and the senses. That is Bhagavad-Gita. So അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. With Krishna as the guide, have that belief, have that faith that Arjuna is bound to embrace the divine. The mind and intellect is bound to embrace the divine. And you will become ദൈവീ സമ്പത്തുള്ള ഒരാളായി മാറും നമ്മൾ. പിന്നെ now again when Krishna gave a list of എന്താ പറയാ devilish qualities, അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാൻ. Persons of demonic nature do not know what to do and what not to do. എന്താണ് ചെയ്യേണ്ടത്. They have neither the purity nor good conduct nor truthfulness. They believe in lust is the only cause for being in the world. Selfishness. And there does not exist any dharma basis. ധർമാധർമ്മമൊക്കെ അതൊക്കെ വെറുതെ. എനിക്ക് നമ്മൾ ഒരു ജന്മമേ ഉള്ളൂ, ഒരു ജീവിതം, സൂക്ഷിക്കുക, അങ്ങനെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ? അതാണ് that kind of quality. Holding on such misdirected thinking, these people of limited thinking become enemies of the world, destroying it through their cruel action. അങ്ങനെ എല്ലാം ഞാൻ ഒരു ജീവിതം എനിക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ ഈ ലോകത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ. So it's not about right actions and prohibited actions. അത് നമുക്ക് വേർതിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കണം. And rajasic qualities, the demonic qualities are devoid of purity, good conduct and truthfulness. So it is all about, these people are never guided by long-term goals, disciplines and structures and value systems.
അതാണ് അസുരന്മാരുടെ ഭാവം, അസുരന്മാരുടെ സ്വഭാവമാണത്. Similarly, filled with insatiable desires, lust, full of hypocrisy, pride and arrogance, holding unwholesome views through delusion, they work with selfish motives, purely driven by selfish desires, hypocrisy, arrogance, pride, delusion, and impure resolves. They consider sense pleasure as the only goal and are thus perpetually anxious, bound by selfishness. They strive to obtain wealth by unlawful means. So intellect fully under the control of demonic aspirations. And people of demonic nature believe that instant gratification is the goal of life. So they are thus driven by lust and anger. They do unlawful activities to satisfy their lust and anger, and they are selfish to the core. Demons or devilish and demonic people. Selflessness is, is what rule all their actions. They strive for more, they harm others for their own selfish satisfaction and consider themselves the lord of everything. എല്ലാം എൻ്റെ ഞാനാണ് കേമൻ, അല്ലെ എനിക്കാണ്, എൻ്റെ അങ്ങനെയുള്ള സെൽഫിഷ് ആയിട്ടുള്ള മോട്ടിവേഷൻസിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. They feel they are both rich and അവർ പറയും, പക്ഷെ അവർ വലിയ കേമന്മാരാണ് എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും അവർ. ആൻഡ് നോ വൺ ഈസ് ഈക്വൽ ടു ദം. അങ്ങനെയാണ് ഹിരണ്യകശിപുവിൻ്റെ ഒക്കെ കഥകളൊക്കെ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. They give charity to perform sacrifices to gain prominence. They are thus deluded by ignorance, bewildered by such selfish fancies, entangled in the net of delusion. ഇങ്ങനെ കംപ്ലീറ്റ് തെറ്റിദ്ധാരണകളുടെയും ഇതിലെ മോഹഭംഗങ്ങളുടെയും ഒക്കെ ഇടയിൽ കടന്നുകൊണ്ട് അഡിക്റ്റഡ് ടു ദി എൻജോയ്മെന്റ് ഓഫ് sensual pleasures, mind, intellect and the senses, they fall into foul hell. അവരെ they fall into hell. അങ്ങനെയുള്ള ആൾക്കാർ സെൽഫിഷ് ഇമാജിനിങ്സ് ലീഡ് ദം ആസ്ട്രേ. അതാണ് അവിടെ. സോ ഈ അസുര സമ്പത്തുള്ളവര് they actually fall into നരകത്തിലാണ്. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is your mental state that comes to you because you have committed a sin. So actions resulting in dishonor, fear, disgrace, disrespect. ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ബന്ധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഓഫ് ഡിസോണർ, ഫിയർ, ഡിസ്ഗ്രേസ് ആൻഡ് ഡിസ്റെസ്പെക്ട് എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു മാനസിക അവസ്ഥയുണ്ട്. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ സഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലേ? നമ്മളെ കോൺഷ്യൻസ് ബൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള കേസുകൾ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും. ദാറ്റ് ഈസ് നരക. Whereas heaven is the abode of knowledge and productive powers. You are always fired up. You are always positively inclined. You always look ahead. And you want to surge ahead, do things for others, help others, and be creative, productive, etc. അതിനുള്ള ഫയർ. അങ്ങനെ ഫയറോട് കൂടിയിട്ട് നമുക്ക് എപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ദാറ്റ് ഈസ് ഹെവൻ. അപ്പോഴുണ്ടാവുന്ന ഹെവൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മനസ്സിലുണ്ടാവുന്ന സന്തോഷത്തിന്റെ ഒരു actually this is basically what neuroscience also is talking about. It is about this creation of oxytocin and dopamine in your brain through these kind of thoughts. The positive visualization, നമ്മൾ അനന്യാസ് ചിന്തയത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. യു തിങ്ക് അബൌട്ട് ദ പോസിറ്റീവ് തിങ്സ്, ദ പോസിറ്റീവ് ഇമ്പാക്ട്, ദ പോസിറ്റീവ് ലെഗസി ദാറ്റ് യു ക്യാൻ ലിവ് ബിഹൈൻഡ് ഇൻ ഡൂയിങ് ദീസ് തിങ്സ്. ആൻഡ് the mere thought about doing such things itself gives you a sort of elation in your mind, and that is because these neurochemicals are being created in your brain, and therefore you become more and more positive. അത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്തേജനമുണ്ട്. ആ ഉത്തേജനമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ലോകത്തിലത്തെ സ്വർഗം, ഈ ഭൂമിയിലുള്ള സ്വർഗം എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് നമ്മൾ കടക്കണം. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്. ആ ഭൂമിയിലുള്ള നരകം എന്താണ്? ചെയ്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവുന്ന നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കുത്ത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഉത്തേജനം, അതാണ് സ്വർഗം, ഭൂമിയിലെ സ്വർഗം. ഇത് രണ്ടുമാണ്. ഈ ഭൂമിയിലെ നരകവും ഭൂമിയിലെ സ്വർഗവുമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരും. ഇവിടെ കൃഷ്ണൻ അർജുനന് പറഞ്ഞു നടക്കുന്നത് ദൈവാസുര സമ്പത്തുകളായിട്ട്. സോ കൺസീറ്റഡ്, സ്റ്റബൺ, അരഗന്റ്, പ്രിറ്റൻഷ്യസ് ആൻഡ് ഓസ്റ്റന്റേഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് സെൽഫ്. അതാണ് 16-17. ആൻഡ് ദെൻ ദീസ് പീപ്പിൾ ക്ലിങ് ടു ഈഗോയിസം. ദേ ആർ പവർ ഹംഗ്രി, ദേ ആർ അരഗന്റ്, ലസ്റ്റ്ഫുൾ, ആംഗ്രി ആൻഡ് ഫുൾ ഓഫ് ഹേറ്റ്രഡ്. മറ്റേ അസുര സമ്പത്ത്. ഹോപ്പ് ആൻഡ് ഡെസ്പയർ, ദേ ദെയർഫോർ സ്വിങ് ഫ്രം ഹോപ്പ് ആൻഡ് ഡെസ്പയർ. ചില ദിവസം വളരെ ഭയങ്കര എനർജിയോടുകൂടി പ്രവർത്തിക്കും, ചില ദിവസം ഡൗൺ ഇൻ ദ ഡംസ്. ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് വരുന്നു. ബിക്കോസ് ദേ ആർ ബൗണ്ട് ബൈ ആക്ഷൻസ് ആൻഡ് ദർ റിസൾട്ട്സ്, രജസ് ആൻഡ് തമസ്.
they fail to ever take the path of good and fail to reach perfection. അങ്ങനെയുള്ളവർ പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റാതെ ഇങ്ങനെ നരകത്തിൽ കടന്ന് ഉഴലും. അതാണ് ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. So, lust, anger, and greed. These are the three gateways to hell. Concluding this chapter, Krishna says, lust, anger, and greed are the three gateways to hell. നരകത്തിലേക്ക് പോകാനായിട്ടുള്ള മൂന്ന് വഴികൾ: lust, anger, and greed. Therefore, one must learn to give up these three. One who is liberated from these three gates of hell does what is best and attains the highest state of perfection. ഈ lust, anger, and greed കുറച്ച് കൊണ്ടുവന്നാൽ you will reach perfection. One who is selfish and takes the unrighteous route neither attains perfection nor happiness. Therefore, let what you have learned from the scripture, from this chapter, from all these previous chapters, be your authority in determining what should be done and what should not be done. അങ്ങനെയാണ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്കൊന്നൊരു സ്വല്പം അതിൻ്റെ ഇന്നർ ഇതിലേക്ക് കൂടെ നമുക്ക് കിടക്കാം. ദ ഡിവൈൻ വെൽത്ത് എന്തൊക്കെയാണ്, അത് എൻ്റെ സമ്മറി ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. ഹയർ ഗോൾസ്, setting higher goals, being disciplined and having structure in your life, following value systems, capability to discriminate between the right and the wrong, and tuning yourself to delayed gratifications rather than instant pleasures, acquiring knowledge and identifying with it and being more productive and creative. ഇതൊക്കെയാണ് ഡിവൈൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ദൈവീ സമ്പത്ത്. And because of that, what results? Because of the divine wealth, what results is intellectual poise, equanimity of mind, and sense control. ഈ മൂന്നെണ്ണമാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒറ്റടിക്ക് ഡിവൈൻ ആയിട്ടുള്ള ദൈവീ സമ്പത്ത് എന്താണ്? ഇറ്റ് ഈസ് ദ കേപ്പബിലിറ്റി ടു ബി ഇന്റലക്ച്വലി പോയിസ്ഡ്, equanimous in your mind, and being able to control your senses. ഇത് മൂന്നിൽ പറയാം, ഫ്രേസിൽ പറയാം. പക്ഷേ it is all about the previous higher goals: discipline, structures, value systems, discrimination, delayed gratification, knowledgeable, productivity, creativity, and all those things. അതൊക്കെയായിട്ട് ആപ്ലിക്കേഷൻസിലേക്ക് വരും. അപ്പോൾ ഇനി ഈ ഭഗവത്ഗീത ഇത്രയും നാൾ 16 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ എന്തൊക്കെയാണ്? ഹൗ ടു യു ഓവർകം ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി എന്നുള്ള നിലയിൽ നമുക്ക് നോക്കാം. ത്രൂ കർമ്മയോഗ, ഹൗ ഡു യു ആക്ച്വലി കൺട്രോൾ ലസ്റ്റ്, ഓവർകം ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്? ലെറ്റ് us look at a summary, brief summary of it. Right sense of duty. Having the right sense of duty, right attitudes, and supreme motivations. Engaging in, and therefore, with that, armed with this, engaging in selfless actions and noble causes. Having done what you must, what you like, what you must. Accept what comes out of your actions with a sense of acceptance. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക. ചെയ്തതിന് ശേഷം എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച മാതിരി നമുക്ക് ഫലമുണ്ടായോ? ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഡു യുവർ ഡ്യൂട്ടി, ബട്ട് ഡോണ്ട് ലുക്ക് അറ്റ് ദ റിസൾട്ട്സ്. അക്സെപ്റ്റ് വാട്ട് എവർ കംസ്. എന്ത് കിട്ടിയാലും സന്തോഷത്തോടുകൂടി, യെസ്, സന്തോഷം കിട്ടി, ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോവാം എന്നുള്ളതിനെ പറ്റി നമുക്ക് സാധിക്കണം. ദാറ്റ് ഈസ് മൂവ് അഹെഡ് ആണ്. അക്സെപ്റ്റ് ആൻഡ് മൂവ് അഹെഡ്. സെൽഫ്ലെസ് ആസ് അബവ്, ഇത് രണ്ടുമാണ് സെൽഫ്ലെസ്നെസിന്റെ മെയിൻ ക്വാളിറ്റീസ്. Selfless as above, such actions exhaust existing negative tendency. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ബന്ധനങ്ങളെ സബ്ലിമേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും, ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ. ആൻഡ് പ്രിവെന്റ് ന്യൂ വൺസ് ഫ്രം ടേക്കിംഗ് റൂട്ട്. എക്സലൻസ് കംസ് ബിക്കോസ് ഓഫ് സച്ച് ആൻ ആറ്റിറ്റ്യൂഡ് ടു വർക്ക്, ആൻഡ് ക്വാളിറ്റീസ് ദാറ്റ് ആർ ഓൾറെഡി ഡെവലപ്ഡ് ആർ സസ്റ്റെയിൻഡ്. അപ്പം യോഗക്ഷേമം, അതുകൊണ്ടാണ് വഹാമി അഹം എന്ന് പറഞ്ഞാൽ ഐ വിൽ ക്യാരി യു ടു യോഗ ആൻഡ് ക്ഷേമ. If you have these kind of attitudes to work, and if you do that, then you will be carried away to success. That is reducing. This helps in reducing, actually overcoming lust, greed, and anger. അത് കടക്കണമെങ്കിൽ ഫസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. reducing your lust, greed, and anger. How do you do that? First step is to reduce your lust, greed, and anger to karma yoga, through duty, right attitudes, motivations, prasada bhava, yajna bhava, tyaga bhava, samarpana bhava. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ you will be reducing your lust, greed, and anger. Then overcoming lust, greed, and anger, next step, through bhakti yoga.
ഡിവോഷൻ എന്താണ്? ഡെവലപ്പ് ഇൻട്രിൻസിക് മോട്ടിവേഷൻസ്. നമ്മളുടെ അന്തര്യാമിയായിരിക്കുന്ന ആത്മതത്വത്തിനോടുള്ള പ്രേമം വളർത്തിയെടുക്കുക. അതാണ് ഭക്തി. അപ്പൊ ജോയ്സ് ഓഫ് ദ സെൽഫ്, എല്ലാ ആക്ഷനിലും you are more motivated by joys of the self than joys of the mind, intellect or anything, and you will stick to that with courageous conscience. You will stick to your joys of the self. True love of God is this passion. That is true love of the Atma Tattvam inside, and fired by that and always aiming to satisfy those conscience calls is what is called as true bhakti or true love of God. Because Atma Tattvam നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മമാണത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. Desire, anger and greed. Lust, anger and greed. Selfish desire, anger and greed. അതാണ് lust, anger and greed should be directed towards the self. അപ്പൊ എന്താ വെച്ചാൽ ഇനി എന്താ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ ലസ്റ്റ് ആൻഡ് ഗ്രീഡ് ആൻഡ് ആങ്കർ കുറച്ച് വന്നിട്ട് നമ്മൾ ലസ്റ്റ് ഗ്രീഡ് ആൻഡ് ആങ്കർ നമ്മുടെ ഉള്ളിൽ വേണം. എന്തിനോടാണ് അത്? വി ഹാവ് ടു ഹാവ് ദാറ്റ് ലസ്റ്റ് ഫോർ അവർ സെൽഫ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ഫോർ അവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരണം. വൈ എൻ്റെ ആത്മതത്വം എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു, നോ ഐ ആം ആംഗ്രി വിത്ത് യു. അതിന് ഫൈറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ദേഷ്യത്തോടു കൂടി കംസൻ കൃഷ്ണനെ സ്മരിച്ചപ്പോൾ, അല്ലെങ്കിൽ പേടി കൊണ്ട് സ്മരിച്ചപ്പോൾ, ഹിരണ്യകശിപു പേടി കൊണ്ട് സ്മരിച്ചപ്പോൾ അവർക്ക് മോക്ഷം കിട്ടി എന്ന് പറയുന്നതിന്റെ ഇക്വാലിറ്റി ഇതാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഈ ശക്തികളെ നമ്മൾ അങ്ങോട്ട് ആങ്കറിനെയും ഫ്രസ്ട്രേഷൻസിനെയൊക്കെ നമുക്ക് സെൽഫിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. കംസനാവണം ചില സമയത്ത്, ഹിരണ്യകശിപു ആവണം ചില സമയത്ത്, അപ്പൊ നമുക്ക് മോക്ഷം കിട്ടും. ദാറ്റ് ഈസ് ബാഡ്. അപ്പൊ നമ്മൾ ഈ ഹിരണ്യകശിപുവിനെയും കംസനെയൊക്കെ ചീത്ത ക്യാരക്ടേഴ്സ് ആയിട്ട് മാത്രമല്ല കാണേണ്ടത്. അത് നമ്മളുടെ ഉള്ളിലുള്ള ചീത്തകളാണ്. ആ ചീത്തകളെ നമ്മൾ സെൽഫിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ സെൽഫ് വന്ന് കൊന്നോളുവരെ. മനസ്സിലായ? അതാണ് അവിടെ കംസൻ ശ്രീകൃഷ്ണൻ വന്ന് കംസനെ കൊല്ലുന്നതും മല്ലയുദ്ധത്തിൽ കൊല്ലുന്നതും, നരസിംഹാവതാരമായിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലുന്നതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കും. നമ്മൾ വെൻ വി ഡയറക്റ്റ് അവർ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ടുവേർഡ്സ് ദ സെൽഫ്, ജോയ്സ് ഓഫ് ദ സെൽഫ്, അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ ദാറ്റ് വിൽ കം ആൻഡ് കിൽ ഇറ്റ്. ആൻഡ് പിന്നെ സീക്കിംഗ് ദ ഡിവൈൻ ഗ്രേസ് ഇൻവോൾവ്സ് സീക്കിംഗ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അതാണ് ആ ഡിവൈൻ ഗ്രേസ് അങ്ങനെയും കിട്ടും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഓവർകമിങ് ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ത്രൂ ഭക്തി എന്ന് പറയുന്ന ആ ക്വാളിറ്റി. ആൻഡ് ദാറ്റ് ഈസ് റിഫൈനിങ് യുവർ ലസ്റ്റ്. അപ്പൊ നമ്മുടെ ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡിനെ ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് മിനുക്കെടുക്കുകയാണ്. ത്രൂ വാട്ട്? അതിനെ സെൽഫ് കൊണ്ട് ഒരച്ചൊരച്ചൊരച്ച് സെൽഫിനോടുള്ള പ്രേമമാക്കി മാറ്റുകയാണത്. സെൽഫിനോടുള്ള ലസ്റ്റ്, സെൽഫിനോടുള്ള ആങ്കർ, സെൽഫിനോടുള്ള ഗ്രീഡ് അതാക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ദ റിഫൈൻമെന്റ് പ്രോസസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഭക്തി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ജ്ഞാനയോഗ. ത്രൂ ജ്ഞാനയോഗ അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫിനിറ്റ് നേച്ചർ or your finite nature and of the selfish desire. അതായത് നമുക്ക് സെൽഫിഷ് ഡിസയേഴ്സ് ആണെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക. സെൽഫിഷ് ആയിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാവുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ബ്രൂഡിങ് ലീഡ്സ് ടു ഡിസയർ, ഡിസയർ ലീഡ്സ് ടു ആങ്കർ, ആങ്കർ ആൻഡ് ഗ്രീഡ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഗീതയിൽ കണ്ടതാണ്. സോ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻക്രീസ് ദ സാത്വിക് ടെൻഡൻസീസ്. അതിനാണ് നമ്മൾ ദൈവാസുര സമ്പത്ത് വിഭാഗയോഗം, പിന്നെ നമ്മൾ ഗുണത്രയ വിഭാഗയോഗം, ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചത്. ഹെൽപ്സ് ഇൻ ബീറ്റിംഗ് രാജസിക് ആൻഡ് താമസിക് ടെൻഡൻസീസ്. Practice karma yoga, develop prasada bhava, exercise control over your senses, dhamma, be compassionate, daya, and share what we have, dana. ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് ഡയറക്റ്റ് ചെയ്തെടുക്കണം. അതാണ് നോളജ് എന്ന് പറയുന്നത്. ഇക്വാനിമിറ്റി ആൻഡ് കൺട്രോൾ in the face of adversities. That is basically, it is all about redirecting your lust, anger and greed. അപ്പൊ ആ സെൽഫിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ് ഡയറക്റ്റ് ചെയ്യുക ഹയർ ഗോൾസിലേക്ക്. ദാറ്റ് ഇസ് ജ്ഞാനം. അപ്പൊ നമ്മളുടെ ഈ ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡിനെ തുടച്ചു നീക്കാൻ പറ്റില്ല മനസ്സുള്ളിടത്തോളം കാലം. ഇതിനെ നമുക്ക് തുടച്ചു നീക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഫസ്റ്റ് അതിനെ കുറയ്ക്കുക, ആവുന്നത്ര സെൽഫിഷ്നെസ് കുറയ്ക്കുക. എന്നിട്ട് അതിൽ ഭക്തിയിലേക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആത്മതത്വത്തിലേക്ക് ഈ സാധനങ്ങളെ ഡയറക്റ്റ് ചെയ്യുക, അതിലോട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അത് തെറ്റും ശരിയും വേർതിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് നമ്മൾ ഉപയോഗിക്കുക. റീഡയറക്റ്റിംഗ് യുവർ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ. അങ്ങനെയാണ് മൂന്നെണ്ണത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ആൻഡ് അൾട്ടിമേറ്റ്ലി വൺ മോർ സ്റ്റെപ്പ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഭഗവത്ഗീത. ഈവൻ അതാണ് കർമ്മം കഴിഞ്ഞിട്ട് അവിടെ 6-ാം അധ്യായം 9-ാമത്തെ അധ്യായത്തിലും അവസാനം അത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ധ്യാനയോഗ, മെഡിറ്റേഷൻ. അതാണ് നമ്മൾ പറഞ്ഞിരുന്ന റിഫ്ലക്ഷൻ, അനന്യാസ് ചിന്തനം. Meditation helps to bring out subtle and deep-rooted desires.
മിയർലി വിറ്റ്നസ് ദം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിയർലി വിറ്റ്നസ് ദം. ചില ഈ തെറ്റുകൾ വരുമ്പോൾ ആദ്യം അതാണ് ആദ്യം മുതൽ ചെയ്യേണ്ടതാണ്. ഇത് നാലാമത്തെ സ്റ്റെപ്പല്ല. ഈ സ്റ്റെപ്പ് 1, 2, 3 സ്റ്റെപ്പുകളുടെ ഇടയിൽ വേണം. അതിൻ്റെ പാരലായിട്ട് റൺ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വി ഹാവ് ടു സീ ദിസ് തിങ്സ് കമ്മിങ് അപ്പ്, ലെറ്റ് ഇറ്റ് ക്വയറ്റൻ ഗോ ഡൗൺ. അപ്പോൾ അതെന്താ വെച്ചാൽ തെറ്റ് ചിന്തകൾ എൻ്റെ വരുമ്പോൾ എന്നെ ക്രൂശിക്കരുത്. ലെറ്റ് ഇറ്റ് കം, ബട്ട് ഡോണ്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഡൈ ഡൗൺ. അതാണ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിഫ്ലൈറ്റിംഗ് യുവർ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ. ഓക്കെ, സോ ഇറ്റ് ഈസ് അതിങ്ങനെ ഉള്ളിൽ വരട്ടെ, വന്ന് ഒന്നും ചെയ്യാണ്ട് വിട്ടുകളാം, അങ്ങനെ പോകും. ഇത് പ്രാക്ടീസ് ചെയ്യുക റെഗുലറായിട്ട്. ദെൻ you have overcome, you will find that you have overcome what karma yoga. Through karma yoga you have selfless action, bhakti yoga devotion, and jnana yoga knowledge. All these things, actually 3 of them, through dhyana yoga you reduce your lust, anger and greed. Through bhakti yoga you refine your lust, anger and greed. And through redirection of your passion for the self, constantly keep the things reflecting on within you and let it rise, and don't act for the bad things. അസുരന്മാർ വരട്ടെ, അവരെ വിട്ടുകളയാം, അത് വന്നോളും, അത് വരും. അത് തെറ്റല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ക്രൂശിക്കരുതെന്നർത്ഥം. അയ്യോ ഞാൻ നന്നാവില്ല, എൻ്റെ തല്ലരുത് അമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന് പറയണ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകരുത്. വി ഹാവ് ടു ലെറ്റ് ഇറ്റ് കം, ബട്ട് ഡോണ്ട് ആക്ട് അപ്പോൺ ഇറ്റ്, ആൻഡ് ഇറ്റ് ഗോസ് ഡൗൺ. And after some time it quietens. അതാണ് അനന്യചിന്തനം ചെയ്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള. ആ അനന്യചിന്തനം എന്തോ മാമേജനാഹ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമേയം. ഇതാണ്, this is basically what we saw in the 9th chapter, and we have to keep doing this. And we have to, thus, with the 4 things of lust, greed and anger controlling, we can actually attain that state of total focus and dedication, steady devotion to self, which will help us in developing new capabilities and enhancing existing capabilities. And that is the central message of the Bhagavad-Gita. And those who work without distraction and are always devoted and focused on the goal, for them the process in the source, the brain, will take care to secure what they lack, yoga, and preserve and enhance what they already have, ksema. That namukku definitely, we become a tool. The BMI becomes a tool in the hands of the self. എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And this is basically what I had asked you to, this BMI becoming just a cell, tool in the self, in the hands of the self. അതായി മാറണം നമ്മൾ. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. And this is basically what the net effect of learning Bhagavad-Gita is. And for that, consider this in every walk of your life. You are merely an instrument in the hands of the self. No insistence on the type of work that reaches you. No insistence on the results of the actions that you do. Try and observe this, and you see the quality of the quality of work that comes, the output that comes out of you. I had asked you to do this and report back if you find anything, but we didn't get any comments or anything so far. So it is all about that, reducing that limitedness, reducing that limitedness like this, and ultimately reaching what is called as the state of infinitude. അത് ചെയ്യാനായിട്ടുള്ള ഈ വഴികളാണ്. This is basically what you should be doing, and this is something that even now, maybe for another month we will be continuing with the rest of the chapter. We have opportunity for sharing these experiences with everyone so that people are motivated. Please do that, and think about this reduction process, the refinement process, and the redirection process. Can you practice it every day, and this is basically what you should be doing. And if you do that, there is definitely going to be success, because Krishna says this sambat is already inside you. Don't grieve, it is already inside you, Partha, or Pandu. So we are all Arjunas equipped with these capabilities, and the self inside us is really going to help us if we really put one step towards the self. The self will take 10 steps towards you. That is the message. At least take one step, then I will take you 10 steps towards you. Do that. And with that, we will end the 16th chapter. And Iti Srimad Bhagavad-Gita Upanishadsu Brahma Vidyayam Yoga Shastre Sri Krishna Arjuna Samvade
Devasura Sampat Vibhagayogo Nama Shodashodhyayah. The divine and the devilish is over, and we'll just reflect on. We will reflect on this through a music bhajan and the conclusion, and then after that I will go. There are some questions in the chat box which I will answer that. Try to answer that. So let's reflect. कृष्ण विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला पांडुरंग विठला जय पंढरीनाथ विठला पांडुरंग विठला जय पंढरीनाथ विठला विठला जय पंढरीनाथ विठला पांडुरंग विठला जय पंढरीनाथ विठला गोविंद विठला गोपाल विठला गोविंद विठला गोपाल विठला गोविंद विठला गोपाल विठला गोविंद विठला गोपाल विठला पांडुरंग विठला पंढरीनाथा विठला पांडुरंग विठला पंढरीनाथा विठला पांडुरंग विठला पंढरीनाथा विठला पांडुरंग विठला पंढरीनाथा विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला पांडुरंग विठला जय पंढरीनाथ विठला पांडुरंग विठला जय पंढरीनाथ विठला गोविंद विठला गोपाल विठला गोविंद विठला गोपाल विठला पांडुरंग विठला पंढरीनाथ विठला पांडुरंग विठला पंढरीनाथ विठला विठ्ठल विठ्ठल पांडुरंग 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 गोविंद कृष्ण विठला वेणुगोपाल कृष्ण विठला
Okay. So there is one question here, which is leaders at times understand how about who is bossy, those people who are bossy. Then second is help us to understand from boss perspective. Okay. Leaders at times understand how about who is bossy. Definitely, not everybody, suppose you are working under somebody and you cannot expect every leader to be, non-bossy and understanding. Understanding ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അതാണ് സുഹൃതം എന്നൊക്കെ പറയുന്നത്, ഗുരുകൃപ എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ് നമുക്ക് ജോലി സ്ഥലത്ത് അങ്ങനത്തെ ഒരു ബോസിനെ കിട്ടുക എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാണ്ട് വരുമ്പോൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള നമ്മളുടെ വി ഷുഡ് എക്വിപ്പ് അവർ സെൽഫ് വിത്ത് ഓൾ ദോസ് സ്ട്രാറ്റജീസ്, including the last one, which is about having a cushion and financial strength, etc. നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും, so that in the eventual possibility of having a boss like that, and if you are not able to make changes and you are forced into things that you cannot do and you should not be doing, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ നിന്ന് എജക്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് പാരച്യൂട്ട് എടുത്ത് ചാടേണ്ടി വരും പുറത്തേക്ക്. അപ്പോൾ ആ പാരച്യൂട്ട് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ദാറ്റ് ഇസ് ബേസിക്കലി, പാരച്യൂട്ട് ഇല്ലെങ്കിൽ പ്ലെയിനിലെടുത്ത് ചാടാൻ പറ്റില്ല നമുക്ക്. സോ വി വിൽ ബി അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി കാത്തു വെക്കേണ്ടി വരും. അല്ലെങ്കിൽ പാരച്യൂട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചാടാം നമുക്ക്, അല്ലേ? അപ്പോൾ ആ ഒരു പാരച്യൂട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതാണ് ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് എല്ലാ ലീഡേഴ്സും അണ്ടർസ്റ്റാൻഡിങ് ലീഡേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല. വെരി റയർലി യു വിൽ പ്രോബബ്ലി ഫൈൻഡ്, മേ ബി ഇഫ് യു ആർ ലക്കി യു വിൽ ഫൈൻഡ് മെനി, ഇഫ് യു ആർ നോട്ട് ലക്കി യു വിൽ ഹാർഡ്ലി ഫൈൻഡ്. അതൊക്കെ ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഓഫ് ലൈഫ്. And help us to understand from boss's perspective എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ if you are actually a boss, I think this knowledge is going to be such a powerful tool within your hands that can create a totally empowering environment within your organization. നമ്മളുടെ the people who you are leading, they will flower, they will become more creative, they will become more productive, and your team, your organization will be the best, producing more, impacting the society more. അങ്ങനെയുള്ളൊരു ടീമാക്കി മാറ്റാനായിട്ട് നമുക്ക് that leader will be able to, because the people who are working with you are going to reciprocate and resonate with the thoughts of the leader, as well as they are also thinking not about themselves. Each individual will become unselfish more and more. They will start thinking about unified goals, global goals, product goals, project goals, organizational goals. അങ്ങനെ നമുക്ക് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സോ ഇഫ് യു ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് ഫ്രം ബീയിങ് എ ലീഡർ ഹു ഈസ് പവേർഡ് ബൈ ഗീത ഇന്റലിജൻസ്, then this is what will result. Okay, so is there anything else we can discuss? Otherwise we can write up with the 17th chapter is coming up next